ഇതിന് മൈക്രോസോഫ്റ്റ് സ്റ്റോർ എടുക്കാം. ഇവിടെ സെർച്ച് ചെയ്താൽ മതി. ഏതോ അതിൻ്റെ വേർഷൻ അവിടെ കാണിക്കും. 21, 22, 24 കിട്ടും. ഞാനിപ്പോൾ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത് 2.2ൻ്റെ തന്നെ കോറാണ്. എനിക്ക് വേണമെങ്കിൽ ഇത് വേണം മാറ്റി ഇൻസ്റ്റാൾ ചെയ്യാം. ഞാനിത് ഉപയോഗിക്കുന്നില്ല. 4.2 ഓൾറെഡി ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വേർഷൻ ഇതാണ്. എൻ്റെ വേർഷൻ 22.4 ലേറ്റസ്റ്റ് ആയിരുന്നു. ആ സമയത്ത് അതായിരുന്നു ചെയ്തിരിക്കുന്നത്. നമുക്ക് ഇഷ്ടമുള്ള വേർഷൻസ് ഇൻസ്റ്റാൾ ചെയ്യാം. ഇൻസ്റ്റാൾ ചെയ്യാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. നെറ്റുള്ളവർക്ക് എല്ലാവർക്കും ഇത് ഇപ്പോൾ തന്നെ ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. AWSൽ ഓട്ടോമാറ്റിക്കായിട്ട് അഡ്ജസ്റ്റ് ആയിക്കോളും. നിങ്ങളുടെ സിസ്റ്റത്തിൻ്റെ കേപ്പബിലിറ്റി അനുസരിച്ച് എത്ര വേണം, CPU എത്ര വേണം, റാമിലൊക്കെ മനസ്സിലാക്കിയത് തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് അഡ്ജസ്റ്റ് ആയിക്കോളും. നമ്മളതൊന്നും ചെയ്യേണ്ട കാര്യമില്ല. ഓക്കെ, ക്ലിയർ അല്ലേ? എല്ലാരും റെസ്പോണ്ട് ചെയ്യൂട്ടോ. നിങ്ങൾ അൺമ്യൂട്ട് ചെയ്തിട്ട് റെസ്പോണ്ട് ചെയ്തോട്ടോ, പ്രശ്നമില്ല. അൺമ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന സിറ്റുവേഷനിലുള്ളവർക്കൊക്കെ അൺമ്യൂട്ട് ചെയ്യാം. മറ്റേ ക്ലാസ് പോലെയല്ല, ഇവിടെ ഒരു ഇന്ററാക്റ്റീവ് സെഷനാണ്. അപ്പം എന്തായാലും നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കാനുള്ള അവസരമുണ്ട്. ഇല്ല, എങ്ങനെയാണെങ്കിലും ഇൻസ്റ്റാൾ ചെയ്യണ്ട. AWSലിന്റെ ആ സ്റ്റെപ്സ് ഫോളോ ചെയ്താൽ മതി. നമ്മളെല്ലാം കഴിയുമ്പോൾ ഇതുപോലെ ടെർമിനൽ കിട്ടും. ഒരു പൈത്തന്റെ ടെർമിനലല്ലേ കേട്ടാ? നിങ്ങൾ പൈത്തൺ ആണോ ഇൻസ്റ്റാൾ ചെയ്തത്? അല്ല, ഞങ്ങള് AWSൽ ഇൻസ്റ്റാൾ ചെയ്തത്. AWSൽ ഇൻസ്റ്റാൾ ചെയ്ത് കഴിയുമ്പോൾ പൈത്തൺ ടെർമിനൽ ലിനക്സ് ടെർമിനൽ കിട്ടും. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഏറ്റവും എളുപ്പം ഇങ്ങനെ ഉബുണ്ടുവിൽ ഇൻസ്റ്റാൾ ചെയ്യുന്നതാണ്. ഇവിടുന്ന് ഇൻസ്റ്റാൾ ചെയ്യുന്നതാണ് ഏറ്റവും എളുപ്പം. അപ്പോൾ പിന്നെ വേറെ ഡിപ്പെൻഡൻസി അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വരില്ല. എൻ്റെ സ്ക്രീൻ കാണാമെന്ന് വിചാരിക്കുന്നു. ഇതുപോലെ ഷെല്ലായിരിക്കും വരാം. അപ്പം നിൽക്കുക അവിടെ നോക്കുവാണെങ്കിൽ ജസ്റ്റ് പൈത്തണിൻ്റെ വേർഷൻ വേണം ട്രെക്ക് ചെയ്യാം. ഇതാണ് എൻ്റെ പൈത്തൺ വേർഷൻ 3.12. 3.xx വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അതിനകത്ത് കുറേ മാറ്റങ്ങൾ വന്ന് ഞാൻ പറഞ്ഞിരുന്നു. പ്രിന്റ് എന്ന് പറയുന്ന സാധനം മാറി. നേരത്തെ ഞാൻ ഏറ്റവും ആദ്യം എൻ്റെ പ്രൊജക്റ്റുകൾ യൂസ് ചെയ്യുന്ന 2.7 ആയിരുന്നു പൈത്തൺ. അപ്പോൾ ആ സമയത്തൊക്കെ ഉപയോഗിച്ചിരുന്നപ്പോൾ പ്രിന്റ് സ്റ്റേറ്റ്മെന്റ് ഒക്കെ വളരെ വേറെ ഒരു രീതിയിലായിരുന്നു ഉപയോഗിച്ചിരുന്നത്. ജസ്റ്റ് കോഡ്സിനകത്ത് ഇട്ട് കൊടുത്താൽ പ്രിന്റ് കഴിഞ്ഞിട്ട് ബ്രാക്കറ്റ് ഒന്നും വേണ്ട. അതൊക്കെ മാറി. പിന്നെ നമുക്ക് പൈത്തൺ ഷെല്ല് ഇവിടെ തന്നെ നമുക്ക് എടുത്ത് ഉപയോഗിക്കാം. പൈത്തൺ ഇങ്ങനെ ഷെല്ലാണ് നിൽക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം. പിന്നെ ഇതിനേക്കാളൊക്കെ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടൊരു സാധനമുണ്ട്. ജൂനിപ്പർ നോട്ട്ബുക്സ് എന്ന് കേട്ടിട്ടുണ്ടോ? ജൂനിപ്പർ നോട്ട്ബുക്ക് ഇൻസ്റ്റാൾ ചെയ്താലും മതി. ജൂനിപ്പർ നോട്ട്ബുക്ക് ഇൻസ്റ്റാൾ ചെയ്താൽ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആണ്. ഓക്കെ, ഈ നാവിഗേറ്റർ എന്ന് പറഞ്ഞ സംഭവം അല്ലേ? അതുപോലെ ജൂനിപ്പർ നോട്ട്ബുക്ക് ഇൻസ്റ്റാൾ അന്നക്കൊണ്ട നാവിഗേറ്റർ അത് തന്നെ. രണ്ട് രീതിയിൽ ഇൻസ്റ്റാൾ ചെയ്യാം. ഇൻസ്റ്റാൾ ചെയ്യാം, അല്ലാതെ നോട്ട്ബുക്ക് നല്ലാതെ ഇൻസ്റ്റാൾ ചെയ്യാം. അവിടെ പൈത്തൺ വേണം. അവിടെ കുറെ എക്സാമ്പിൾസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇതാണ് ജൂനിപ്പർ ഇൻസ്റ്റാൾ നോട്ട്ബുക്ക് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള നമ്മുടെ സ്റ്റെപ്സ്. ഇവിടെ തന്നെ അവർ തന്നെ തന്നിട്ടുണ്ട്. എങ്ങനെ വേണമെങ്കിലും നമുക്ക് ചെയ്യാം. പൈത്തൺ ഓൾറെഡി ഉണ്ടെങ്കിൽ ജൂനിപ്പർ ലാബ് ഇൻസ്റ്റാൾ ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പോൾ ഓൾറെഡി ഉണ്ടെങ്കിൽ ഇപ്പം ഉണ്ടായിരിക്കും. ഞാൻ ഇപ്പം ചെയ്യുന്നില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും ചെയ്ത് നോക്കണേ ചെയ്യാം. അപ്പോൾ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റേജ് ആണത്. നോട്ട്ബുക്ക് കുറച്ചുകൂടി എൻ്റെ ഒരു ഡോക്യുമെന്റേഷൻ ഒക്കെ നോക്കി കാണാൻ പറ്റും. കുറച്ചുകൂടി കുറേ ഡീറ്റെയിൽ ആയിട്ടുള്ള വേറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം നിങ്ങളത് ചെയ്ത് പോകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ ഷെല്ലും കാര്യങ്ങളൊക്കെ ഇല്ല. നിങ്ങൾ എന്തായാലും ലിനക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ലിനക്സിൻ്റെ കാര്യങ്ങൾ പഠിക്കുമ്പം ഇങ്ങനെ ഷെല്ല് ചെയ്ത് ഉബുണ്ടു ഷെല്ല് ചെയ്യുകയാണെന്നല്ല, അല്ലെങ്കിൽ ജൂനിപ്പർ ചെയ്യാം. ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാം. ഇതൊന്നും ഒരു റെസ്ട്രിക്ഷനും ഇല്ല. നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് എപ്പോഴും പൈത്തണിനകത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നതെന്ന് മാത്രം.
ക്ലിയർ? സോ ലാസ്റ്റ് കുറെ കമാൻഡ്സ് പറഞ്ഞിരുന്നു. അത് ഫസ്റ്റ് എന്തായിരുന്നു നമ്മൾ ചെയ്തത്? ജസ്റ്റ് ഒരു പ്രിന്റ് സ്റ്റേറ്റ്മെന്റ്. എങ്ങനെ പ്രിന്റ് സ്റ്റേറ്റ്മെന്റ് കൊടുത്തേ? പ്രിന്റ് ഓഫ് പ്രിന്റായി. ഇനി ഒരു വേരിയബിൾ ഡിഫൈൻ ചെയ്യുന്ന എങ്ങനെയാണെന്ന് പറഞ്ഞിരുന്നു കഴിഞ്ഞ ദിവസം. ഹായ്, ഞാൻ S*3 എന്ന് പറഞ്ഞു കൊടുത്താൽ എന്തായിരിക്കും ഔട്ട്പുട്ട്? ആർക്കെങ്കിലും പറയാമോ? Anyone? 3S3, right? S*3. കൊടുത്തിട്ടുണ്ടെങ്കിൽ പ്രിന്റിനകത്ത് നമ്മൾ സ്റ്റേറ്റ്മെന്റിനകത്ത് പറയുമ്പോഴത്തേക്കും സ്പേസ് അവിടെ വന്നോളൂ. ഇതൊന്നിച്ചു വരും, അതന്നെ സംഭവിക്കണം. അത് നമുക്ക് പിന്നെ സ്പേസിങ്, സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ എസ്കേപ്പ് ക്യാരക്ടേഴ്സ് കൊടുത്തിട്ട് നമുക്ക് ടെർമിനേറ്റ് ചെയ്യാം ഹായ് എങ്ങനെ വേണമെന്നുള്ളത്. അപ്പോൾ യൂഷ്വലി നമ്മൾ വരുന്നത് എങ്ങനെയായിരിക്കും? 3 times അത് പ്രിന്റ് ചെയ്യും. അതേസമയം ഇതൊരു ഇൻറ്റിജർ ആയിരുന്നെങ്കിലോ S=3 S*3 എന്തായിരിക്കും ഔട്ട്പുട്ട് വരാ? 9 ആയിരിക്കും. ടൈപ്പ് അവിടെ നമ്മൾ മാറ്റിയോ? നമ്മളിവിടെ ടൈപ്പ് മാറ്റിയില്ല. ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് ടൈപ്പ് കൺവേർഷൻ നടന്നു. അവിടെ വന്നിരിക്കുന്ന സാധനം എന്താണെന്ന് നോക്കിയിട്ട് അത് വെച്ച് ടൈപ്പ് കൺവേർഷൻ നടന്നു. ഫോർ എക്സാമ്പിൾ 4/5 എന്ന് പറയുന്ന സാധനം അവിടെ ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും ഔട്ട്പുട്ട് വരിക? ഓട്ടോമാറ്റിക്കായിട്ട് ഫ്ലോട്ട് വന്നോളൂ. വിൻഡോസ് ബാഷിലാണ് എന്താ സംഭവിക്കുക? സോറി, BC വേണം ഉപയോഗിക്കാനായിട്ട്. അതിൻ്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും? 0 ആയിരിക്കും. അവിടെ ഡെസിമൽസ് എടുക്കത്തില്ല. അങ്ങനെ വരുന്ന കേസിൽ നമ്മൾ BCക്കകത്ത് വേറെ പാരാമീറ്റർ പാസ് ചെയ്തെങ്കിൽ മാത്രമേ ഇത് വർക്ക് ചെയ്യുള്ളൂ. പൈത്തൻ്റെ കേസിൽ ഇതൊന്നും ചെയ്യേണ്ട, ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ തന്നെ ചെക്ക് ചെയ്തോളൂ. ഇപ്പോൾ 4 മോഡുലസ് 2 എന്ന് പറഞ്ഞ് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഔട്ട്പുട്ട് എന്തായിരിക്കും? 0 ആയിരിക്കും. അതേസമയം 4 മോഡുലസ് 3 കൊടുത്താലോ 1 ആയിരിക്കും. 1 മീൻസ് ഇറ്റ്സ് എൻ ഓഡ് നമ്പർ. സോറി 3 അല്ല, 2 തന്നെ. അത് 3ക്കാണ് കൊടുക്കുന്നെങ്കിൽ 1 കിട്ടും. അപ്പോൾ അതൊരു ഓഡ് നമ്പർ ആയിരിക്കും. ഇത് നമുക്ക് നമ്മുടെ ഒരു പ്രോഗ്രാമിൽ വേണമെങ്കിൽ ഉപയോഗിക്കാം. ഈ ലോജിക്ക് എന്താ വരുന്നതെന്നുള്ളത്. അത് ഈഫ് നമ്മളവിടെ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഈഫ് ഒരു നമ്പർ എടുക്കുക, റീഡ് എന്നിന് പകരം എന്തായാലും നമ്മൾ യൂസ് ചെയ്തേ? ഓർക്കണ്ടോ? ഒരു നമ്പർ ഇതിലേക്ക് എടുക്കാൻ വേണ്ടിയിട്ട്, ഒരു വേരിയബിളിലേക്ക് എടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ ഇൻപുട്ട് ഉപയോഗിക്കുമ്പോൾ എക്സാമ്പിൾ ഇൻപുട്ട് ഒരു വേരിയബിളിലേക്ക് എടുക്കുന്ന വയ്ക്കുക. നെയിം ഈക്വൽ ടു നെയിമുള്ള ഒരു നമ്പർ ആണ്. നമ്മളൊരു ഇൻപുട്ട് ഒരു നമ്പർ എടുക്കുക, നമ്പർ 1.
ഇൻപുട്ട് ഓഫ് enter a number. ഓക്കെ, എടുക്കുക. ഒരു നമ്പർ എടുത്തു, അത് എന്താ വേരിയബിളിലേക്ക് എടുക്കുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ 35, അത് നമ്പർ എടുത്തു. അപ്പോൾ പ്രിന്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്പർ സെറ്റ് പ്രിന്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും? ആ നമ്പർ സെറ്റിലുണ്ടാവും. അതിൻ്റെ പേരും വ്യത്യാസം ഉണ്ടാവുന്ന. നമുക്ക് വേണമെങ്കിൽ ഒരു വാല്യൂവിനെ അടുത്ത വാല്യൂയിലേക്ക് അസൈൻ ചെയ്യാം. അതും ഇപ്പോൾ ഒരു എക്സാമ്പിൾ ആയിട്ട് കിട്ടിയില്ലേ. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉദ്ദേശിക്കും. അപ്പോൾ ഈ കണ്ടീഷൻ പറയുകയാണ് നമ്പർ സെറ്റ് മോഡുലസ് 2 ഈക്വൽ ടു 0 ആണെങ്കിൽ then print even. Else order. Spelling print it. ഇത് നമുക്കൊരു ഫയലിൽ എഡിറ്റ് ചെയ്തിട്ട് ചെയ്യാം. ഓക്കെ, ഇത് ഷെല്ലിൽ തന്നെ യൂസ് ചെയ്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് നോക്കിയെന്നുള്ളൂ. നമുക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഫയലിൽ ചെയ്യാം. ക്വിറ്റ് ടൈപ്പ് ചെയ്താൽ മതി, എക്സിറ്റ്. അപ്പോൾ നമ്മുടെ പഴയ എക്സാമ്പിൾസ് ഒക്കെ വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കാം എന്തൊക്കെയായിരുന്നു എന്നുള്ളത്. ഇതിപ്പോൾ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞു അല്ലേ. ഈ വേരിയബിൾസ് എങ്ങനെയാണ് വരുന്നത്? ബൂളിയൻ ആണെങ്കിൽ ട്രൂ അല്ല ഫാൾസ് എന്ന് പറയുന്ന കണ്ടീഷൻ മാത്രമേ വരുള്ളൂ. ഫ്ലോട്ട് ആണെങ്കിൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് കൺവേർട്ട് ചെയ്തോളും. ഡെസിമൽ കൊണ്ട് ചെയ്യുമ്പോൾ തന്നെ അത് കൺവേർട്ട് ചെയ്തോളും. പിന്നെ ഉള്ളത് സ്ട്രിങ് രണ്ട് രീതിയിൽ വരാം. സിംഗിൾ കോഡ്സിനുള്ളിൽ സ്ട്രിങ് വരാം, ഡബിൾ കോഡ്സിനുള്ളിൽ സ്ട്രിങ് വരാം, മൾട്ടി ലൈൻ സ്ട്രിങ് വരാം. മൾട്ടി ലൈൻ സ്ട്രിങ് എന്ന് പറയുന്നത് നമ്മളെപ്പോഴും കമൻറ്റുകൾക്കായിട്ടാണ് ഉപയോഗിക്കുക കൂടുതലും. പിന്നെ വളരെ റെയർ ആയിട്ടുള്ള കേസിൽ അതിനകത്ത് ഓപ്പറേഷൻസിനകത്ത് ഉപയോഗിക്കാറുണ്ട്. ഇപ്പോൾ ഇൻപുട്ട് ചെയ്ത കാര്യം നമ്മൾ കണ്ടു. സിമിലർലി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു കണ്ടീഷൻ ചെക്ക് ചെയ്യാൻ, നെയ്ഫിൻ്റെ കണ്ടീഷൻ ചെക്ക് ചെയ്യാനായിട്ട് എങ്ങനെ ചെക്ക് ചെയ്യാം? ഓക്കെ, പിന്നെ ഫോർ ലൂപ്പിൻ്റെ കാര്യമാണ് പറഞ്ഞത്. ഫോർ ലൂപ്പ്, വൈൽ ലൂപ്പൊക്കെ എങ്ങനെയാണ് വരുന്നതെന്നുള്ളത്. വൈൽ ലൂപ്പിൻ്റെ കണ്ടീഷൻ പറഞ്ഞു. ഇപ്പോൾ വൈൽ ലൂപ്പിനകത്ത് വൈൽ ട്രൂ കൊടുത്തിട്ട്
ഒരു പർട്ടിക്കുലർ ഫോർ എക്സാമ്പിൾ എന്താ പറയുക, ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സിസ്റ്റം അടിച്ചു കളയാനൊക്കെ പറ്റും. സിസ്റ്റത്തിനകത്ത് ഹൈ CPU യൂട്ടിലൈസേഷൻ ഒക്കെ ഉണ്ടാക്കാൻ പറ്റും. ലോ ടെസ്റ്റിങ്ങിൻ്റെ ഒക്കെ ആവശ്യം വരുമ്പോൾ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും അങ്ങനത്തെ സ്ക്രിപ്റ്റുകളൊക്കെ. ഒന്നും ആവശ്യം വരാറില്ല. ഇപ്പോൾ എല്ലാം ഒരുപാട് ടൂളുകൾ ഉള്ളതുകൊണ്ട് നമ്മളതൊന്നും ഉപയോഗിക്കാറില്ല. പകരം നമുക്ക് വേണമെങ്കിൽ ടൂളുകളായിട്ട് ഒരു ബെഞ്ച് മാർക്കിംഗ് ടൂൾ പോലെയൊക്കെ ഈ പറയുന്ന സ്ക്രിപ്റ്റുകളൊക്കെ ഉപയോഗിക്കാം. പിന്നെ ഫംഗ്ഷൻ്റെ എക്സാമ്പിളൊന്നും പറഞ്ഞിരുന്നു. അപ്പം നിങ്ങൾ ചെയ്ത് നോക്കണമെന്ന് പറഞ്ഞാൽ ആദ്യത്തെ കേസുകൾ നോക്കുക. ഫസ്റ്റിലെ കേസ് എന്തായിരുന്നു? എങ്ങനെയാണ് ഒരു ഹെലോ വേൾഡ് എഴുതുന്നത്? ആ ഹെലോ വേൾഡ് എഴുതി നോക്കുക. അത് ഒരു ഫയലിൽ എഴുതി നോക്കുക. ഞാൻ ഫയലിൽ എഴുതി കാണിക്കാം. എക്സ്റ്റൻഷൻ PY ആയിരിക്കണം എന്ന് പറയുന്നു. നിർബന്ധമൊന്നുമില്ല. ഷെബാങ് വേണമെങ്കിൽ മാത്രം കൊടുത്താൽ മതി. ഷെബാങ് ഇല്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. പ്രിന്റ് ഈ ഇൻഡന്റേഷൻ്റെ കാര്യം ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കുക. എന്തെങ്കിലും കാരണവശാൽ ഇൻഡന്റേഷൻ മാറിപ്പോയി കഴിഞ്ഞാൽ മൊത്തം പണിയാവും. അപ്പം പൈത്തൺ 3 കമാൻഡ് ഇട്ടിട്ട് DM_, നമ്മുടെ കമാൻഡ് എന്താണ് അടിച്ചാൽ മതി, അത് വരും. ഇനി ഞാനിതിനകത്ത് ഒരു ആർഗ്യുമെന്റ് പാസ് ചെയ്തിട്ട്, ഇപ്പം എൻ്റെ പേര് സിനോബ് എന്നാണ്. അപ്പോൾ ഞാനിതിട്ട് ഇങ്ങനെ കൊടുത്തു. ഞാനിപ്പോൾ കാണിക്കുന്നില്ല. പകരം എനിക്കിത് ഇതിനകത്ത് കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ വളരെ സിമ്പിളാണ്. ഇതിനകത്ത് ഒരു ആർഗ്യുമെന്റ് എടുക്കുന്ന ഒരു ലൈബ്രറി ഉണ്ട്, ഇമ്പോർട്ട് സിസ് ലൈബ്രറിയിലെ ഒരു ആർഗ്യുമെന്റ്, ഫസ്റ്റ് ആർഗ്യുമെന്റ് ആയിരിക്കും നമ്മൾ എന്തെടുക്കുക, പ്രിന്റ് ചെയ്യാൻ പറഞ്ഞു. ഫസ്റ്റ് ആർഗ്യുമെന്റ് എന്ന് പറയുന്നത് ആയിരിക്കും നമുക്ക് എടുക്കേണ്ടത്. ചെക്ക് ചെയ്തിട്ട് ഉണ്ടാവും. അപ്പോൾ അത് അവിടെ എന്ത് മാറ്റി കൊടുക്കുന്നു അതിനനുസരിച്ച് പ്രിന്റ് ചെയ്ത് വരും. ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ ടീം എന്നാണ് കൊടുക്കുന്നതെങ്കിൽ ടീം. ഇത് മനസ്സിലായോ അല്ലേ? ഇത് നമുക്ക് എപ്പോഴും ഉപയോഗിക്കാവുന്ന ഒരു ലൈബ്രറിയാണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ലൈബ്രറിയാണ്. ഇത് എവിടെ വേണമെങ്കിലും ഉപയോഗിക്കാം. സിസ് എന്ന് പറയുന്ന ലൈബ്രറിക്ക് ഒരുപാട് വേറെ സബ് ഫങ്ഷൻസ് ഉണ്ട്. അത് കൂടാതെയാണിത്. അപ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെ സബ് ഫങ്ഷൻ ആണെന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് ചെയ്താൽ മതി. ഇതെല്ലാം ഈ ബേസിക്കലി ഇതൊരു ക്ലാസ് ആണ്. ഈ സാമ്പിൾ അല്ല, നമ്മൾ സിസ് എന്ന് പറയുന്ന ഒരു ക്ലാസ് ആണ്. ആ ക്ലാസ്സിനകത്തെ മെമ്പർ ഫങ്ഷൻസ് ആണ് ഓരോന്നും. നമ്മൾ ഇതിനകത്ത് കാണുന്നത് ഓരോന്നും ഓരോ മെമ്പർ ഫങ്ഷൻസ് ആണ്. ഇപ്പോൾ ഒരു ലൈബ്രറി കോൾ ചെയ്യാന്ന് പറഞ്ഞാൽ ലൈബ്രറി ഒരു ക്ലാസ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത് പൈത്തൺ. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പൈത്തൺ 3 ഞാൻ കയറി അവിടെ ഇമ്പോർട്ട് സിസ് കൊടുത്തു. ഈ സിസ് ഡോട്ട് കൊടുത്തു കഴിഞ്ഞാൽ കാണാൻ പറ്റും എത്ര അധികം ഫങ്ഷൻസ് ഇവിടെ ഉണ്ടെന്ന് അവൈലബിൾ ആയിട്ട്. അതിൽ ഒരെണ്ണം മാത്രമേ ഞാൻ ഉപയോഗിച്ചിട്ടുള്ളൂ. സിസ് ആർഗ്വി എന്ന് പറയുന്ന സാധനം മാത്രമേ ഞാൻ ഉപയോഗിച്ചിട്ടുള്ളൂ. ആ സിസ് ആർഗ്വിക്ക് തന്നെ പല രീതിയിൽ ഉപയോഗിക്കാനുള്ള സാധനങ്ങളുണ്ട്. അതൊക്കെ നിങ്ങൾ നോക്കുക. അപ്പോൾ ഇങ്ങനെ ഉള്ള ചെറിയ ചെറിയ ലൈബ്രറീസ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇത് പറയുന്ന രീതിയിൽ ഇതിനെ നല്ല പവർഫുൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ടാണ് ഈ പൈത്തൺ സ്ക്രിപ്റ്റിങ്ങിൽ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നതിൻ്റെ കാര്യം. ഇതൊരു ഭാഗം ചെയ്ത് നോക്കിയോ? ഇതൊരു ഫയലിൽ ചെറുതായി ചെയ്ത് നോക്കിയാണ്. അപ്പോൾ ഇത്രയും ചെയ്താൽ മതി. നമ്മുടെ ഒരു ഫസ്റ്റ് സാമ്പിൾ പ്രോഗ്രാമിൽ ഒരു ഡിസ്പ്ലേ എടുത്താൽ ഇത്രയും ചെയ്താൽ മതി. വിത്തൗട്ട് റീഡിങ് ഫ്രം ഇൻപുട്ട് നമ്മുടെ ആർഗ്യുമെന്റ് ആയിട്ട് തന്നെ പാസ് ചെയ്യാൻ വേണ്ടിയിട്ട്.
ഒന്നും പാസ് ചെയ്തില്ലെങ്കിൽ എന്തായിരിക്കും, എറർ അടിക്കും. കാരണം ആർഗ്യുമെന്റ്സിൽ ഒന്നുമില്ല. അതിന് നമ്മൾ എന്ത് ചെയ്യണം, കണ്ടീഷൻ ചെക്ക് ചെയ്യണം. ഈ ഇറ്റ്സ് നോട്ട് നൾ ആണെങ്കിൽ മാത്രമേ ഇങ്ങോട്ട് നെയിം എന്ന് പറയുന്ന സാധനം അസൈൻ ചെയ്യാവുള്ളൂ, ഇല്ലെങ്കിൽ ഒരു ഡിഫോൾട്ട് വാല്യൂ വെച്ച് സെറ്റ് ചെയ്യണം. മനസ്സിലായോ? ഔട്ട് ഓഫ് റേഞ്ച് വന്നാണ്ടോ ഒരു സാധനം. ഇതേ എറർ നമുക്ക് എവിടെ ഇരിക്കുന്നുണ്ട്, ലിസ്റ്റിലടിക്കും. ലിസ്റ്റിനകത്ത് നമ്മളൊരു സാധനം ഇട്ടിട്ട് അതിനകത്ത് ഇല്ലാത്ത ഒരു റേഞ്ചിൽ നമ്മൾ കൊടുക്കുന്നെങ്കിൽ ഔട്ട് ഓഫ് റേഞ്ച് എന്ന് പറഞ്ഞുള്ള കമാൻഡ് എറർ അടിക്കും, ഇൻഡെക്സ് ഔട്ട് ഓഫ് റേഞ്ച്. ഇത് ലിസ്റ്റാണ്, ഇത് ലിസ്റ്റായിട്ട് തന്നെ എടുക്കുന്നത്. ഇപ്പം നമ്മൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇതിൻ്റെ ഈ ആർഗ്യുമെന്റ് 0 എന്ന് പറയുന്നത് നമ്മുടെ കമാൻഡ് തന്നെയായിരിക്കും, അതായത് പൈത്തൺ ഫയലിൻ്റെ നെയിം ആയിരിക്കും. ക്ലിയർ ആണോ ഇതുവരെയുള്ളത്? നോക്കിയിട്ടാവിന് മുമ്പ് നമ്മൾ ഈ ഒരു രീതിയിൽ പറഞ്ഞു പോകുന്നു. വെച്ച എക്സാമ്പിൾ ഉണ്ടല്ലോ, അത് വേണമെങ്കിൽ നമുക്ക് ഒന്നുകൂടി ചെയ്ത് നോക്കാം. ഈഫ് കണ്ടീഷൻ വെച്ചിട്ടുള്ള എക്സാമ്പിൾ ഉണ്ടായിരുന്നില്ലേ? നമ്പർ ആദ്യം ഒന്നുകിൽ നമ്പർ ഇതിൽ നിന്ന് എടുക്കുക, അല്ലെങ്കിൽ ആർഗ്യുമെന്റ് ആയിട്ട് പാസ് ചെയ്യുക, എങ്ങനെ വേണമെങ്കിലും എടുക്കാം. നമ്പർ ഈക്വൽ ടു അല്ലെങ്കിൽ n1 ഈക്വൽ ടു അങ്ങനെ എന്തെങ്കിലും എടുക്കാം. ഇൻപുട്ട് ഓഫ് ഓക്കെ, നമ്മൾ നമ്പർ കൊടുക്കും. n1 modulus 2 equals 0 ആണെങ്കിൽ എന്ത് ചെയ്യാം, അസൈൻമെന്റ് അല്ലല്ലോ, അസൈൻമെന്റ് അല്ല നടക്കുന്നത്. ഇപ്പോൾ അവിടെ കമ്പാരിസൺ ആണ്. എൽസിനകത്ത് എൽസ് പ്രിന്റ് ഓഫ് ഓഡ്. നമ്പർ എടുത്ത് 4562 ആയിട്ട് എടുത്തില്ലേ? നമ്മുടെ സാമ്പിൾ തന്നെ നോക്കാം. സാമ്പിൾ ഓൾറെഡി എന്തെങ്കിലും ഉണ്ടല്ലോ. നോക്കാം. ഒന്നുമില്ല, ഒരു സ്പേസിന്റെ കുറവാ. ഇത്ര മതി. അത് ഇൻഡന്റേഷനോ സ്പേസിങ്ങോ മാറിപ്പോയാൽ സംഭവം വർക്കാവത്തില്ല. അതേസമയം വേറെ ഒന്നും അതിനകത്ത് വരാനുമില്ല. കൺവേർഷൻ, ടൈപ്പ് കൺവേർഷൻ യൂഷ്വലി നടക്കേണ്ടതാണ്. ഇപ്പോൾ വേർഷനിൽ വ്യത്യാസം വന്നിരിക്കുന്നതുകൊണ്ടാണെന്ന് അറിയില്ല. അപ്പോൾ ഇൻറ്റിജർ ആയിട്ട് അവിടെ എടുക്കണം. ഇവിടെ തന്നെ കൺവേർട്ട് ചെയ്യേണ്ടതെന്നാണ് പൈതന്റെ തിയറി പ്രകാരം പറയുന്നത്. പക്ഷെ നമ്മൾ പ്രാക്ടിക്കലി ചെയ്യുമ്പോൾ ഇത് കൺവേർട്ട് ചെയ്യാൻ പറയുന്നുണ്ട്. പൈത്തൺ തിയറി പ്രകാരം അവർ എന്താ പറഞ്ഞിരിക്കുന്നത്, ടൈപ്പ് കൺവേർഷൻ ഓട്ടോമാറ്റിക്കായിട്ട് നടത്തിക്കോളൂ എന്ന് പറയണേ. ഇപ്പുറത്ത് കാണുന്ന വാല്യൂ ഇൻറ്റിജർ ആകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അപ്പുറത്ത് നടക്കുന്ന ഓപ്പറേഷൻ അതാണെന്ന് അവർ കണ്ടുപിടിക്കണ്ടേ? അതല്ലേ അതിന്റെ തിയറി, ലോജിക്ക്.
ഓടാണെന്ന് പറഞ്ഞു. C1. അപ്പോൾ നമ്മുടെ സാമ്പിൾ പ്രോജക്റ്റ്, ഫസ്റ്റ് സാമ്പിൾ പ്രോജക്റ്റ്, സാമ്പിൾ പ്രോഗ്രാം റെഡിയാണ്. അപ്പോൾ അത് ഇങ്ങനെ വരുന്ന വെച്ചാൽ 6-7 ലൈനേ ഉള്ളൂ. പക്ഷെ ഇതൊന്നും ചിലപ്പോൾ ഇത്ര ഒന്നും ചെയ്യേണ്ട പോലും ഇല്ല. കാരണം നമ്മളിത് ബിഗിനർ സ്റ്റേജിൽ നോക്കുന്നതുകൊണ്ടാണ്. ഇപ്പോൾ ഫോർ ലൂപ്പിൻ്റെ ഒരു പ്രത്യേക രീതിയിലുള്ള ഉപയോഗമുണ്ട്. ഒരു എക്സാമ്പിൾ ഞാൻ കാണിച്ചത്. ഇവിടെ നോക്കുകയാണ്, ഇത് വളരെ വ്യത്യസ്തമായ ഒരു ഔട്ട്പുട്ടാണ്. പക്ഷെ എനിക്ക് ഒരു മാക് അഡ്രസ് ഉണ്ടായിരുന്നു. ആ മാക് അഡ്രസ്സ് പൈതണിൽ കിട്ടിക്കൊണ്ടിരുന്നത് എപ്പോഴും നമ്മൾ മാക് അഡ്രസ്സ് അതിനകത്തൊരു VM-ൽ നിന്ന് ഒരു സ്ഥലത്തുനിന്ന് ഫെച്ച് ചെയ്തെടുത്തു. ആ മാക് അഡ്രസ്സ് എനിക്ക് കിട്ടിക്കൊണ്ടിരുന്നത് എപ്പോഴും ഒരു പ്രത്യേക ഫോർമാറ്റിലാണ്. അപ്പോൾ എനിക്കത് മറ്റൊരു ഫോർമാറ്റിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ അത് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്ത ജസ്റ്റ് ഒരു ചെറിയ സ്ക്രിപ്റ്റാണ് ഇതാണ്. ഇവിടെ എന്താ യൂസ് ചെയ്തേക്കുന്നത്? ഫോർ ലൂപ്പ് തന്നെയാണ്. ഫോർ ലൂപ്പ് പക്ഷെ വേറൊരു ഫോർമാറ്റിലാണ് ഉപയോഗിച്ചേക്കുന്നത്. ഒറ്റ ലൈനിലാണ് ഇത്രയും കാര്യങ്ങൾ നടത്തിയേക്കുന്നത്. റിസൾട്ട് എന്ന് പറയുന്നൊരു വേരിയബിളിലേക്ക് ഇത്രയും സാധനങ്ങൾ ചേഞ്ച് ചെയ്തു. ഇതിൻ്റെ ഫോർമാറ്റ് കറക്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് ചെയ്ത ഒരു സ്റ്റേജാണിത്. അതായത് ഐയുടെ പൊസിഷനിലുള്ള സാധനത്തിനോട് I+2 കൂട്ടി, I+2ലുള്ള സാധനം കൂട്ടിയാൽ മതി എന്ന് പറയും. അപ്പോൾ ഈ I കഴിഞ്ഞിട്ട് കോളം കഴിഞ്ഞിട്ട് I+2 ഇടുക. അപ്പോൾ എന്ത് സംഭവിക്കാം? രണ്ട് ലെറ്റർ കഴിഞ്ഞിട്ട് ഒരു കോളൻ ഡീസിൻ്റെ അവസാനമാവും. എനിക്ക് എപ്പോഴും കിട്ടിക്കൊണ്ടിരുന്ന കോളൻ ഇല്ലാതെയായിരുന്നു അതിൻ്റെ ഔട്ട്പുട്ട് കിട്ടിക്കൊണ്ടിരുന്നത്. അപ്പോൾ അത് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു ലൈനിൽ ഇത്രയും ചേഞ്ചസ് വരുത്തി. ആ സ്ട്രിങ് മാത്രം കൊടുത്താൽ മതി. ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഇത് വെച്ചിട്ടാണെങ്കിൽ നമുക്ക് പിന്നീട് ചെക്ക് ചെയ്ത് നോക്കാം. ഇതിനകത്ത് ആദ്യം ഒരു വേരിയബിൾ ഡിഫൈൻ ചെയ്യുക. എസ് എന്ന് പറയുന്ന വേരിയബിളിലേക്ക് എന്താ എന്തെങ്കിലും ഒരു സാധനം 4, 5, 6, 7, 8 രണ്ടെണ്ണം വെച്ച് തന്നെ അല്ലെങ്കിൽ ലാബ് പഠിക്കും. ഇതാണ് എസ്. ഇത് പ്രകാരം നോക്കുമ്പോൾ ഇതിൻ്റെ ഔട്ട്പുട്ട് എങ്ങനെ വരണം? ഉണ്ടോ? അതിനിടയ്ക്ക് കോളം പ്ലേസ് ചെയ്തുണ്ടോ? സിമ്പിളായിട്ട് കോളം പ്ലേസ് ചെയ്തു. അതേസമയം ഇതൊരു ഫോർ ലൂപ്പ് ചെയ്യുമ്പോഴത്തേക്കും ഇത് തന്നെ ലോജിക്ക് I = I+I:I2 എന്ന് പറയുന്ന രീതിയിൽ നമ്മളൊരു വേരിയബിളിലേക്ക് വീണ്ടും എടുക്കണം. ആ വേരിയബിളിനകത്ത് വീണ്ടും അതായത് നമ്മൾ ഇതിനെ വീണ്ടും ജോയിൻ ചെയ്യണം, 2 തവണ ജോയിൻ ചെയ്യണം. അതിനിടയ്ക്ക് ഈ ജോയിൻ ചെയ്യുന്നിടത്ത് എപ്പോഴും കോളം വെച്ചിട്ട് റീപ്ലേസ് ചെയ്യണം. അങ്ങനെ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സാധനം സിമ്പിൾ ലൈനിൽ ഇപ്പം പുതിയ വേർഷനുകളിലൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഈ സാധനം. ഇത് നിങ്ങൾക്ക് വേണം പിന്നീട് ചുമ്മാ ChatGPT സെർച്ച് ചെയ്താൽ കിട്ടുന്ന സാധനമാണ്. നോക്കുക. ഇത് ഇങ്ങനെയാണ് പൈത്തണിൻ്റെ ഓരോ സംഭവങ്ങളും നമുക്കുള്ള ഒരു എന്താ സിമ്പിൾ ആയിട്ടുള്ളതും ഉണ്ട്, അതുപോലെ തന്നെ കോംപ്ലക്സ് ആയിട്ടുള്ള സംഭവങ്ങളും ഉണ്ടെന്ന് കാണിച്ചു തരാൻ വേണ്ടി ചെയ്തു മാത്രം. ക്ലിയർ അല്ലേ? അപ്പോൾ അടുത്ത സാധനത്തിലേക്ക് പോവാം. അപ്പോൾ ഈ സ്റ്റേറ്റ്മെന്റിന്റെ കാര്യം കഴിഞ്ഞു. ഇനി നമുക്കൊരു ഈഫ് കഴിഞ്ഞു. അടുത്ത ഒരു ലൂപ്പ് വേരിയബിൾ യൂസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞു. വേരിയബിൾ ക്ലിയർ ആയല്ലോ അല്ലേ? ഇപ്പം ഞാൻ ആ വേരിയബിൾ അങ്ങോട്ടും ഇങ്ങോട്ടും അസൈൻ ചെയ്തപ്പോൾ ഒക്കെ കണ്ടില്ലേ മാറ്റം വന്നു. നമുക്കൊരു എറർ വന്നപ്പോൾ അതൊരു വേരിയബിൾ റീ അസൈൻമെന്റ് നടത്തി കണ്ടിരുന്നേ. ഓക്കെ. അപ്പോൾ ഇനിയുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ ഡാറ്റ ടൈപ്സ് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഡാറ്റ ടൈപ്സ് എന്ന് പറഞ്ഞാൽ ഇത് ഫസ്റ്റ് വൺ ഈസ് ഇൻറ്റിജർ, ഫ്ലോട്ട്, സ്ട്രിങ്, ബൂളിയൻ.
ബൂളിയൻ യൂസ് ചെയ്യുന്ന കാര്യം പറഞ്ഞു, വൈൽ ട്രൂ എന്നും പറഞ്ഞിട്ട് ലൂപ്പ് കൊടുത്തു കഴിഞ്ഞാൽ അവസാനം കണ്ടിന്യൂസ് ആയിട്ട് ഓടിക്കൊണ്ടേയിരിക്കും. കൺട്രോൾ സി എപ്പോൾ പ്രസ് ചെയ്യുന്നു അതുവരെ ഓടിക്കൊണ്ടിരിക്കും. പിന്നെ ഇന്നലെ ഒരു സ്പെഷ്യൽ ഫംഗ്ഷൻ കാണിച്ചു തന്നിരുന്നു, ടൈം എന്ന് പറയുന്ന ഫംഗ്ഷൻ. ആരെങ്കിലും നോക്കിയിരുന്നോ ടൈം ഫംഗ്ഷൻ്റെ വർക്കിംഗ് എന്ന്? ടൈമിൽ ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. അതിലൊരു സിമ്പിൾ ഫീച്ചറാണ് നമ്മൾ ഉപയോഗിച്ചത്, സ്ലീപ്പ് എന്ന് പറയുന്ന സാധനം മാത്രം. അപ്പോൾ എന്ത് സംഭവിക്കും? സ്ലീപ്പ് ചെയ്യും 10 സെക്കൻഡ്. ഇപ്പോൾ 10 സെക്കൻഡ് സ്ലീപ്പ് കൊടുത്തു കഴിഞ്ഞാൽ 10 സെക്കൻഡ് സ്ലീപ്പ് കഴിഞ്ഞിട്ട് അടുത്ത സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യും. ഇൻപുട്ട് ഓൾറെഡി ചെയ്തു കഴിഞ്ഞു. ദെൻ അരിത്തമെറ്റിക് ഓപ്പറേഷൻ്റെ കാര്യം പറഞ്ഞു. A+B, A-B, അങ്ങനെ ഏത് രീതിയിലുള്ള അരിത്തമെറ്റിക് ഓപ്പറേഷൻ സപ്പോർട്ട് ചെയ്യും. പ്ലസ് മോഡുലസ് ഓപ്പറേഷൻ സപ്പോർട്ട് ചെയ്യും. 2 ഇൻറ്റിജർ ആണെങ്കിൽ ടൈപ്പ് കൺവേർഷൻ്റെ ആവശ്യമില്ല, ഓട്ടോമാറ്റിക്കായി ടൈപ്പ് കൺവേർഷൻ നടന്നോളും. അതുപോലെ തന്നെ പുതുതായിട്ട് കാണിച്ചത്, ഇപ്പം പ്രിന്റ് ചെയ്യുമ്പം ഒരു സ്ട്രിങ്ങിനെ 3 തവണ പ്രിന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് × 3 കൊടുത്താൽ മതി എന്ന് പറഞ്ഞിട്ട്, അതിപ്പോൾ നമ്മൾ സ്ട്രിങ് ഫോർമാറ്റിംഗ് എന്ന് പറയുന്ന സംഭവമുണ്ട്. അതായത് STRന്റെ തന്നെ പല രീതിയിലുള്ള ഔട്ട്പുട്ട്സിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. സിയിൽ CPP-ലൊക്കെ ഉള്ള പോലെ തന്നെ %S, %D, അതുപോലെ തന്നെ %F ഒക്കെ ഇടുന്നതിന് പകരം അതിൽ %SS എന്നൊക്കെ പറഞ്ഞിട്ട് എടുത്തില്ലേ, ആ രീതിയിലുള്ള സാധനം ഇവിടെ അവൈലബിൾ ആണ്. ഇതിന് ഫോർമാറ്റിംഗ് കുറച്ച് അവൈലബിൾ ആണ്. അത് നോക്കിയിട്ട് നിങ്ങൾ ചെയ്തോളാം. നിങ്ങളുടെ രീതിക്ക് തന്നെ ചെയ്ത് നോക്കാം എന്തൊക്കെയാണെന്നുള്ളത്. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ വാട്സാപ്പ് ഗ്രൂപ്പിൽ പറഞ്ഞു കഴിഞ്ഞാൽ അതനുസരിച്ച് നമുക്ക് നോക്കാം. ഓക്കെ, ഇത് ഈഫിൻ്റെ കാര്യം പറഞ്ഞു. ഈഫ് എൽസ് ഉപയോഗിക്കുന്നിടത്ത് എങ്ങനെയാണ് വരിക? ഇത് ആദ്യത്തെ എക്സാമ്പിൾ ഇതായിരുന്നു. അതിന് പകരം നമ്മളിപ്പോൾ ഒരു എക്സാമ്പിൾ കണ്ടല്ലോ. അതായത് നമ്മുടെ എക്സാമ്പിൾ എന്താണ്, ഈവൻ ആണോ ഓടാണെന്നുള്ള ചെക്ക് ചെയ്യാനുള്ള ഒരു എക്സാമ്പിളാണ് നമ്മൾ യൂസ് ചെയ്തത്. എന്താർക്കെങ്കിലും നോട്ട് ചെയ്യാം. വളരെ സിമ്പിൾ ആയിട്ടുള്ള എക്സാമ്പിൾ ആണ്. ടെസ്റ്റ് ആണെങ്കിലും ഒന്ന് നോട്ട് ചെയ്യാം. ഇത് റൺ ചെയ്യുന്നതിൽ ഡൗട്ടൊന്നുമില്ലോ. ജസ്റ്റ് പൈതൺ കമാൻഡ്, പൈതൺ 3 ആണെങ്കിൽ പൈതൺ 3, പൈത്തൺ ആണെങ്കിൽ പൈത്തൺ അടിച്ചിട്ട് ഫയലിൻ്റെ പേര് കൊടുത്താൽ മതി. ഗ്രിപ്പ് റിക്വയർഡ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും മുകളിൽ ആഡ് ചെയ്ത് വെക്കാം, ഇത് അറിയിക്കാൻ എന്നുള്ള രീതിയിൽ. പിന്നെ ഞാനൊരു കാര്യം പറഞ്ഞു, മൾട്ടി ലൈൻ കമാൻഡിൻ്റെ കാര്യം പറഞ്ഞിരുന്നു. അപ്പം ഞാനിത് ജസ്റ്റ് ഒരു മൾട്ടി ലൈൻ കമാൻഡ് ഇട്ട് വയ്ക്കാന്ന് വെക്കാം. അതൊരിക്കലും പ്രോഗ്രാമിൽ എഫക്ട് ചെയ്യത്തില്ല. അപ്പോൾ 3 ലൈൻ ഇട്ടൊരു സാധനം സ്റ്റാർട്ട് ചെയ്തു. This is a sample program. അത് ഒരിക്കലും പ്രോഗ്രാമിന്റെ ഒരു ഫംഗ്ഷനാലിറ്റിയും ബാധിക്കത്തില്ല. അത് വെറുതെ ഒരു കമന്റ് മാത്രമാണ്. സാമ്പിൾ പ്രോഗ്രാം അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും റീഡബിലിറ്റിക്ക് വേണ്ടിയിട്ട് വയ്ക്കുന്നതാണ് മൾട്ടി ലൈൻ കമന്റ്സ്. ഇതിന് തന്നെ മൾട്ടി ലൈൻ സ്ട്രിങ് ആയിട്ട് ഉപയോഗിക്കാം. ഇതേ സാധനം തന്നെ നമുക്ക് മൾട്ടി ലൈൻ സ്ട്രിങ് എന്ന് പറയുമ്പോൾ, ഇപ്പോൾ ഇത് ഞാനൊരു വേരിയബിൾ ആയിട്ട് എടുക്കാമെന്ന് വിചാരിക്കാം. ഫോർ എക്സാമ്പിൾ ST2 അല്ലെങ്കിൽ ST എന്ന് പറയുന്ന ഒരു വേരിയബിളിലേക്ക് ഇതെടുത്തു, മൾട്ടി ലൈൻ സ്ട്രിങ് ആയിട്ട്. അപ്പം ഈ മൾട്ടി ലൈൻ സ്ട്രിങ് തീരുന്നത് ഈ 3 കോട്ട് കാണുന്നോടം വരെ ഇത് പോകും. സേവ് ചെയ്തു വിചാരിക്കാം. ഇത് പ്രിന്റ് ചെയ്യാൻ, ജസ്റ്റ് ഒന്ന് പ്രിന്റ് ചെയ്യാനൊക്കെ കൊടുത്തെന്ന് വെച്ചാൽ ഞാനത് പ്രിന്റ് ചെയ്യാനോട് കൊടുത്തു. സാമ്പിൾ പ്രോഗ്രാം ഫോർ EBS 2.0. അത് കഴിഞ്ഞിട്ട് പിന്നെ വരുന്നത് നമ്മുടെ ആ സാമ്പിൾ പ്രോഗ്രാമിൽ എന്താണ് കൊടുത്തിരിക്കുന്നത് അതായിരിക്കും. ക്ലിയർ ആയില്ലേ? അത് മൾട്ടി ലൈൻ സ്ട്രിങ് എന്ന് പറയുന്നതും മൾട്ടി ലൈൻ കമന്റ് എന്ന് പറയുന്നതും ഉപയോഗിക്കുന്നത് എങ്ങനെയാണ്. ഇനി അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് ഫോർ ലൂപ്പിലേക്കാണ്. ഫോർ ലൂപ്പിൽ നമ്മൾ പറഞ്ഞു ഒരു സാധനം റിപ്പീറ്റേറ്റീവ് ആയിട്ട് ചെയ്യുന്ന വരുമ്പോഴാണ് നമ്മൾ ലൂപ്പുകൾ ഉപയോഗിക്കുക. ഇതിനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ഉപയോഗം വരികയാണ്, ഒരു 50 IP അഡ്രസ് വന്നിട്ടുണ്ട് നമുക്ക്.
ആ 50 IP അഡ്രസ്സിനെ കണ്ടിന്യൂസ് ആയിട്ട് പിങ് ചെയ്തിട്ട് ആ പിങ് ചെയ്യുന്ന IP അഡ്രസ്സിൽ റെസ്പോൺസ് ഉള്ളതും ഇല്ലാത്തതും സെപ്പറേറ്റ് ചെയ്ത് ലിസ്റ്റ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെ ചെയ്യും? ഏത് രീതിയിലായിരിക്കും അതിൻ്റെ ഒരു ഇതെടുക്കാൻ പോണേ? അതായത് ഫോർ ലൂപ്പിൽ എന്ത് കൊടുക്കണം? 50 IP അഡ്രസ്സ് കൊടുക്കണം. റേഞ്ച് ഓഫ് എന്ന് പറയുന്ന റേഞ്ചിന് പകരം എന്ത് കൊടുക്കുക? ഫോർ ഐ ഒന്നോ എന്ത് വേരിയബിളോ ആയിക്കോട്ടെ, ഫോർ IP ഇൻ ഒരു ഇതിനകത്ത് ലിസ്റ്റിനകത്ത് കൊടുക്കുക. നമ്പർ ഓഫ് IPs നമ്മളിങ്ങനെ ലിസ്റ്റിനകത്ത് കൊടുക്കുക. ഇപ്പം ലിസ്റ്റിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ലിസ്റ്റ് എന്ന് പറയുന്ന വേരിയബിളിൻ്റെ കാര്യം ഇതല്ല, ഡാറ്റ ടൈപ്പിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അതെങ്ങനെയാണ് ഉപയോഗിക്കുന്നത്? L equal to 1, 2, 3, 4, 5, 6, 8, 4. ഇതാണെന്ന് വിചാരിക്കുക എൻ്റെ ലിസ്റ്റ്. ഇതിനകത്ത് എൽ ഡോട്ട് ഡിലീറ്റ് ഓഫ് അല്ലെങ്കിൽ റിമൂവ് ഞാൻ പൊസിഷൻ വെച്ചിട്ടല്ല, ഇപ്പോൾ വാല്യൂ വെച്ചിട്ടാണ് ഡിലീറ്റ് ചെയ്യുന്നത്. 6 ഡിലീറ്റ് ചെയ്യാൻ പറഞ്ഞാൽ എത്ര സ്ഥലത്തുനിന്ന് പോകും? എന്തായിരിക്കും എൻ്റെ ഔട്ട്പുട്ട്? ആർക്കെങ്കിലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുമോ? ഒരു തവണ 6ന്റെ എല്ലാ ഒക്കറൻസും അവിടെ നിന്ന് പോയിട്ടുണ്ടാവും. എല്ലാം പ്രിന്റ് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ റിമൂവ് ആണ് കൊടുത്തത്, പക്ഷെ പോയിട്ടില്ല. ഒരു ഒക്കറൻസേ പോയിട്ടുള്ളൂ. ഇത് വീണ്ടും 6th പൊസിഷനിൽ വരുന്നല്ലേ പോവാ? ഇത് പൊസിഷൻ ബേസ്ഡ് ആണ് പോയിരിക്കുന്നത്, വാല്യൂ അല്ല പോയിരിക്കുന്നത്. Okay. 1, 2, 3. അത് കറക്റ്റായിട്ട് നമുക്ക് സ്ട്രിങ്ങിന്റെ ഫോർമാറ്റിലാണെങ്കിൽ കുറച്ചുകൂടി എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റും. പൊസിഷനാണ് ഇത്. പൊസിഷനാണ് 1 ആണ്. 1 ആണല്ലോ, പൊസിഷൻ അല്ല പോയത്, വാല്യൂ ആണ് പോയിരിക്കുന്നത്. പക്ഷെ അവിടെ ഒക്കറൻസ് ഓഫ് ഓൾ 6 പോകേണ്ടതാണ്. നമ്മൾ പൊസിഷൻ വരുമ്പോൾ ഇങ്ങനെയല്ല വരിക. എല്ലിന് എന്തൊക്കെയാ ഉള്ളതെന്നുള്ളത് നോക്കാം. ലിസ്റ്റിൽ എന്തൊക്കെയാ അവൈലബിൾ ആണെന്നുള്ളത്. റിമൂവ് ഉണ്ട്, അപ്പൻഡ് ഉണ്ട്, റിവേഴ്സ് ഉണ്ട്, ഇൻഡെക്സ് ഉണ്ട്, കൗണ്ട് ഉണ്ട്. അത് നിങ്ങൾ ഓരോന്ന് ചെയ്ത് നോക്കാം. സോർട്ട് ചെയ്യാനുള്ളതുണ്ട്. പക്ഷെ യൂഷ്വലി റിമൂവ് ചെയ്യുമ്പോൾ പൊസിഷൻ വെച്ചിട്ട് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഒന്നാമത്തെ പൊസിഷനാണ് പോയത്. 6ന്റെ ഒക്കറൻസ് എല്ലാം പോകണമെന്നാണ് നമ്മൾ പറഞ്ഞത്. പോപ്പ് എന്ന് പറയുന്നൊരു സംഭവമുണ്ട്, അതും ഇതുപോലെ തന്നെ ചെയ്യുന്നു. പോപ്പ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? കോപ്പി ഓഫ് വൺ പൊസിഷൻ ടു അനദർ, അങ്ങനെയുള്ള കുറേ സംഭവങ്ങളുണ്ട്. ഇൻസേർട്ട് ചെയ്യാൻ പറ്റും. അപ്പൻഡ് ഉണ്ട്. ലിസ്റ്റിൻ്റെ ഒരു പ്രത്യേകതയാണ്, ലിസ്റ്റിൽ അപ്പൻഡ് ചെയ്യാൻ പറ്റും. ഒരു അഡീഷണൽ സാധനം ഉണ്ട്, ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം. അത് നിങ്ങൾ ചെയ്ത് നോക്കാം. ഒരു എക്സാമ്പിൾ, അതായത് കുറേ ഫ്രൂട്ട്സിൻ്റെ പേരോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പേരൊക്കെ വെച്ചിട്ട് കുറേ പേരുകളോ നെയിമുകളോ ഒക്കെ വെച്ചിട്ട് ചെയ്ത് നോക്കുക. അപ്പോൾ അറിയാൻ പറ്റും അതിൻ്റെ വ്യത്യാസം എന്താണെന്നുള്ളത്. പൊസിഷൻ വെച്ചിട്ട് ചെയ്യുന്നു. എൽ ഓഫ് -1 ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നുള്ളത്. ലാസ്റ്റ് എലമെന്റ് എന്താണോ അത്. എൽ ഓഫ് 0 എന്ന് പറയുന്നത് ഫസ്റ്റ് എലമെന്റ് ആയിരിക്കും. പിന്നെ എൽ ഓഫ് :3 4 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഫോർത്ത് എലമെന്റ് വരെയുള്ള ഫോർത്ത് പൊസിഷന് വരെയുള്ള എലമെന്റ്സ് വരും. എന്തൊക്കെയാണ്? 2, 3, 4, 5 കാണാൻ പറ്റുന്നുണ്ടല്ലേ. 2, 1, 2, 3, 4, 5 2, 3, 4, 5 ആണ് ലാസ്റ്റ് പൊസിഷൻസിലുള്ള 4 പൊസിഷനിലുള്ള 4 പൊസിഷനിലുള്ള സാധനങ്ങളാണ് ഇവിടെ വരിക.
ഈ 4-ന് ശേഷമുള്ള കൊടുക്കുന്നെങ്കിൽ 4 കഴിഞ്ഞിട്ട് എന്താ വരുന്നത് അത് നോക്കണം. സോ 5 കൊടുക്കുന്നെങ്കിൽ 5 കഴിഞ്ഞിട്ട് വരുന്ന 3 പൊസിഷനിലുള്ള ഉണ്ടാവും. ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതാണ് ഇത് സ്റ്റാർട്ട് ഒരു ഡൗട്ട് ഉണ്ട്. ഇത് 0 മുതലാണ് കൗണ്ട് ചെയ്യുന്നത് അതോ 1 മുതലാണ് കൗണ്ട് ചെയ്യുക? 0 മുതലായിരിക്കും കൗണ്ട് ചെയ്യപ്പെടും. ലിസ്റ്റിന്റെ റേഞ്ച് എപ്പോഴും 0 സ്റ്റാർട്ട് ചെയ്യും. അതിന് റേഞ്ച് ഓഫ് എൽ എന്ന് പറയുന്ന കമാൻഡ് യൂസ് കഴിഞ്ഞാൽ കിട്ടും. ഓക്കെ, റേഞ്ച് ഓഫ് ഒരു വേരിയബിളിലാക്കി ഇതിൽ റേഞ്ച് ലിസ്റ്റ് നമ്മൾ റേഞ്ച് എടുക്കുന്നതാണ്. സാറിന് ഇതിൽ റേഞ്ച് ഓഫ് കിട്ടേണ്ടതാണ്. കാരണം പല ഓപ്പറേഷൻസും നമ്മൾ ചെയ്യുന്നുണ്ട് റേഞ്ച് ഓഫ് വെച്ചിട്ട്. ഇപ്പോൾ ലിസ്റ്റിനകത്ത് റേഞ്ച് ഓഫ് വെച്ചിട്ടാണ് നമ്മൾ ആ മുകളിൽ ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ആ ഓപ്പറേഷൻ യൂസ് ചെയ്തിരിക്കുന്നത് റേഞ്ച് ഓഫ് ആണ്. കൂടുതൽ സ്ട്രിങ്ങിലാണ് റേഞ്ച് ഓഫ് ഓപ്പറേഷൻസ് നടത്തുക. ഇതിൽ ഇപ്പോൾ അപ്പൻഡ് 4 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് ലിസ്റ്റിൻ്റെ എക്സാമ്പിളാണ് ഞാൻ പറഞ്ഞല്ലോ. അപ്പൻഡ് എന്ന് പറയുന്നുണ്ട്, അതുപോലെ റിമൂവ് ഉണ്ട്. റിമൂവ് ചെയ്യുമ്പം എന്താ സംഭവിക്കുന്നതെന്നും പോപ്പ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്നും ചെയ്ത് നോക്കുക. രണ്ട് ഓപ്പറേഷൻ സിമിലർ ഓപ്പറേഷനാണ്, പക്ഷെ 2 രീതിയിലുള്ള ചേഞ്ചസ് ആണ് ആ ലിസ്റ്റിൽ വരുത്തുക. ലൂപ്പിൻ്റെ കാര്യം പറഞ്ഞു. ലൂപ്പ് അങ്ങനെ എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഒരു ഫോർ ലൂപ്പിൻ്റെ സിൻടാക്സ് ഇങ്ങനെയായിരിക്കും. ഫോർ ഒരു വേരിയബിൾ ഇൻ എ റേഞ്ച് ഓഫ് നമ്പേഴ്സ് അല്ലെങ്കിൽ എന്തെങ്കിലും ലിസ്റ്റ് ആവാം, എന്ത് വേണമെങ്കിലും ആവാം. ലിസ്റ്റിലാകാം, റേഞ്ച് ഓഫ് നമ്പേഴ്സ് ആകാം, നമ്പർ ആവാം. അങ്ങനെ കുറേ അധികം ഐറ്റംസിൻ്റെ ഒരു ട്രാവേഴ്സിലാണ് ഫോർ ലൂപ്പ് വഴി നടത്തുന്നത്. അപ്പോൾ ആ ഐറ്റത്തിന് ഓരോ സാധനത്തിനെയും ഓരോ ലൂപ്പ് കംപ്ലീറ്റ് ചെയ്യുമ്പോഴും ഓരോ ഐറ്റത്തിന് എടുത്തിട്ട് എന്നിലേക്ക് അസൈൻ ചെയ്തിട്ട് അതിനെയാണ് നമ്മൾ എന്ത് ചെയ്യുക, ലൂപ്പിൽ കൊണ്ടുവരുന്നത്. പിന്നെ ഒരുപാട് ഉപകാരമുള്ള ഒരു ഡാറ്റ ടൈപ്പാണ് നമ്മൾ പറഞ്ഞത് ഡിക്ഷണറി. ഡിക്ഷണറിയുടെ പ്രത്യേകത പറഞ്ഞു. ഡിക്ഷണറിക്ക് കീ വാല്യൂ സ്ട്രക്ചറാണുള്ളത്. ഒരു കീ ഉണ്ടാവും, ഒരു വാല്യൂ ഉണ്ടാവും. അപ്പോൾ നമുക്ക് ആ കീയുടെ വാല്യൂസിനെ ചേഞ്ച് ചെയ്യാം, കീ വേണമെങ്കിൽ ഡിലീറ്റ് ചെയ്യാം, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഇതാണ് നമ്മുടെ ഡിക്ഷണറി എന്നുണ്ടെങ്കിൽ ഇതിനകത്തേക്ക് നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, അന്ന് ഞാൻ കാണിച്ചു തന്നിരുന്നു. അപ്പോൾ എത്രമാത്രം മനസ്സിലാക്കിയിട്ടുണ്ടെന്നുള്ളത് ഒന്നുകൂടി നമ്മൾ ഇത് ചെയ്യാം. സ്റ്റുഡൻ്റ് എന്ന് പറയുന്ന ഡിക്ഷണറി, ഇതിൻ്റെ ടൈപ്പ് വേണമെങ്കിൽ നമുക്ക് കാണാൻ പറ്റും എന്താണെന്നുള്ളത്. സ്റ്റുഡൻ്റ് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്, ക്ലാസ് ഡിക്ഷണറി ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് എന്തൊക്കെ ഓപ്പറേഷൻ ചെയ്യാന്നുള്ളത് പിന്നീട് നോക്കാം. DSC എന്ന് പറഞ്ഞ കമാൻഡ് ഉണ്ട്. അത് ഡിക്ഷണറിക്ക് പറ്റത്തില്ല, വേറെ ക്ലാസ്സുകൾക്കൊക്കെ നമുക്ക് കിട്ടും. അതിൻ്റെ DSC ആണ്, DSC അങ്ങനെ തോന്നണം. അതിനകത്ത് കറക്റ്റായിട്ട് നമുക്ക് ഈ ക്ലാസ്സിൽ എന്തൊക്കെ മെമ്പർ ഫങ്ഷൻസ് ഉണ്ടെന്നുള്ളതൊക്കെ കാണാൻ പറ്റും. അത് ഞാൻ പറഞ്ഞുതരാം. ഇപ്പം ഈ സ്റ്റുഡൻ്റ് എന്ന് പറയുന്ന ലിസ്റ്റിൽ സ്റ്റുഡൻറ്റ് ലിസ്റ്റാണ്. ആ ലിസ്റ്റിൽ നമുക്ക് വേണമെങ്കിൽ അഡീഷണലി ഒരു ഇത് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്റ്റുഡൻറ്റ് ഈക്വൽ ടു സ്റ്റുഡൻറ്റ് ഓഫ് അതിൻ്റെ പൊസിഷൻ ഇത് പറയുക. അഡീഷണലായിട്ട് ഇപ്പോൾ ജെൻഡറാണ് വയ്ക്കുന്നതെങ്കിൽ ജെൻഡർ ഈക്വൽ ടു ഒരു വേരിയബിളിലേക്ക് അസൈൻ ചെയ്യുക. അടുത്ത പേര് ഇപ്പം മെയിലാണ് മെയിൽ, ഫീമെയിലാണ് ഫീമെയിൽ. അത് എങ്ങനെയാണ് വരുന്നതെന്നുള്ള സ്റ്റുഡൻറ്റ് നിങ്ങൾ നോക്കിയാൽ മതി. ഇതിനകത്തേക്ക് അഡീഷണലി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് റിമൂവ് ചെയ്യാന്നുണ്ടെങ്കിൽ
ഒന്ന് പോയി പോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതേക്ക് പുറത്തേക്ക് പോകും, അവിടെ ഉണ്ടാവില്ല അതിന്. ഇത് കീ വാല്യൂ സ്ട്രക്ചർ ആയതുകൊണ്ട് കീയിലെ വാല്യൂസ് ചേഞ്ച് ചെയ്യാനും പറ്റും. അതുപോലെ തന്നെ അത് ഇപ്പം റീപ്ലേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഫീമെയിൽ ആണ് ഞാൻ കൊടുക്കുന്നുണ്ടെങ്കിൽ ഫീമെയിൽ, അപ്പോൾ അതവിടെ വന്നു വീണ്ടും ആഡ് ചെയ്തു. എനിക്കത് എപ്പോഴേലും ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ചേഞ്ച് ആയതും കാണാൻ പറ്റുന്നുണ്ട്. ഇനി ഇത് കോപ്പി ചെയ്യാനുള്ള കമാൻഡ് ഓൾറെഡി കാണിച്ചു തന്നു. കോപ്പി ചെയ്ത് കഴിഞ്ഞാൽ പോവും, കംപ്ലീറ്റ് ആയിട്ട് പോകും. ആ ലിസ്റ്റ് ഐറ്റം കംപ്ലീറ്റ് ആയിട്ട് പോകും. ഇനി ഡോട്ട് കീസ് എന്ന് പറയുന്നൊരു കമാൻഡ് ഉണ്ട്, നോക്കട്ടെ. ഏതൊക്കെയാണ് കീസ് അവൈലബിൾ, ഡിക്ഷണറി കീസ് ഏതൊക്കെയാണ് അവൈലബിൾ ആയിട്ടുള്ളതെന്ന് നമുക്കവിടെ കാണിക്കും. അപ്പോൾ വലിയൊരു ഡിക്ഷണറി ആണെന്ന് വിചാരിക്കുക. ആ ഡിക്ഷണറിക്കകത്ത് കുറേ അധികം ഐറ്റംസ്, ഫോർ എക്സാമ്പിൾ ഇതിനകത്ത് വേറെ ഒരു കാര്യം കൂടെ ഉപയോഗിക്കാൻ പറ്റും നമുക്ക്. ഈ കീക്കകത്ത് ഒരു കീക്ക് വേണമെങ്കിൽ മറ്റൊരു ഡിക്ഷണറി ഉപയോഗിക്കാം, മറ്റൊരു ലിസ്റ്റ് ഉപയോഗിക്കാം. അങ്ങനെ കുറേ ഓപ്ഷൻസ് നമുക്ക് അവൈലബിൾ ആണ് അവിടെ. അപ്പോൾ ഈ ജേസൺ പരിചയമുള്ളവർക്ക് നോക്കിയാൽ അറിയാം, അതിനകത്തൊരു കീ, അതിന് സബ് കീസും അതുപോലെ തന്നെ അതിനകത്ത് സബ് കീസിന് ലിസ്റ്റസും ഉപയോഗിക്കാൻ പറ്റുമെന്നുള്ള കണ്ടിട്ടുണ്ടാവില്ല എവിടെയൊക്കെ. അപ്പം ജേസൺ ഫോർമാറ്റ് കൃത്യമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇതുമായിട്ട് ഭയങ്കര കോമ്പാറ്റബിൾ ആണ്. നമുക്കൊരു പർട്ടിക്കുലർ ഔട്ട്പുട്ട് ജേസണിലുണ്ടെങ്കിൽ ആ ജേസണിനെ ഇതിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് എളുപ്പമുണ്ട്. ഓക്കെ, ഡിക്ഷണറി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്ത ടോപ്പിക്കിലേക്ക് പോകാം. ക്ലിയർ അല്ലേ? ക്ലിയർ ആണ്. ഇനി ഓൾറെഡി പറഞ്ഞൊരു ഫയലിൻ്റെ ഓപ്പൺ ഓപ്പറേഷൻ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ ഞാനൊരു ഫയൽ ഓപ്പൺ ചെയ്യുകയാണ്. test.txt എന്ന് പറയുന്ന ഫയൽ ഞാൻ ക്രിയേറ്റ് ചെയ്തു. അത് വെച്ചിട്ട് ഒരു ഓപ്പറേഷൻ നടത്തുകയാണെന്നുണ്ടെങ്കിൽ f.write ഓഫ്. ഇപ്പോൾ റൈറ്റ് ഓപ്ഷനിൽ തുറന്നുകൊണ്ടാണ് എഫിൽ എനിക്ക് റൈറ്റ് ചെയ്യാൻ പറ്റുന്നത്. റൈറ്റ് ഓഫ്, ഞാൻ ഈ പറയുന്ന നമ്മുടെ സ്റ്റുഡൻറ് എന്ന് പറയുന്ന വേരിയബിളിനെ അങ്ങോട്ട് റൈറ്റ് ചെയ്യാൻ പോകും. അപ്പോൾ അങ്ങനെ ഇരിക്കും. അത് റൈറ്റ് ചെയ്യണമെങ്കിൽ ഒരു ഫോർമാറ്റ് ഉണ്ട്. ജസ്റ്റ് f.write ഓഫ്, എന്താണോ നമ്മൾ റൈറ്റ് ചെയ്യാൻ പോണത് അതവിടെ കൊടുത്താൽ മതി. ഇപ്പോൾ ഡിക്ഷണറിയാണ് കൊടുക്കാൻ പോകണമെങ്കിൽ ആ ഡിക്ഷണറി കൊടുത്താൽ മതി. ഇത് സ്ട്രിങ് ആണ് ഇതിലേക്ക് റൈറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും, ആദ്യം ഇതിനെ സ്ട്രിങ് ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ട് വേണ്ടി വരും ചെയ്യാനായിട്ട്. അപ്പം ഇവിടെ നമുക്ക് വേണമെങ്കിൽ എക്സാമ്പിളിന് വേണ്ടിയിട്ട് ഇത് ഒരു സ്ട്രിങ് ഉപയോഗിച്ചിട്ട് ചെയ്യാം. ഇതിപ്പോൾ എന്താണ് റൈറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് സ്ട്രിങ് ആക്കണമെന്ന് എന്ത് ചെയ്യണം, നമ്മളിനി ഒരു ഡിക്ഷണറിയുടെ വാല്യൂ ഡിക്ഷണറി ആയിട്ട് തന്നെ റൈറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ മൾട്ടി ലൈൻ സ്ട്രിങ് ഉപയോഗിച്ചാൽ മതി. മൾട്ടി ലൈൻ സ്ട്രിങ് ഉപയോഗിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഡിക്ഷണറിയുടെ വാല്യൂസ് എല്ലാം നമുക്കവിടെ കിട്ടും. അത് വേണമെങ്കിൽ ഫയലിൽ ഇപ്പോൾ ചിലപ്പോൾ ഫയലോട് എക്സിസ്റ്റിംഗ് ആണെന്ന് പറയും. ഇൻഡന്റിന്റെ പ്രശ്നമാണ്. ഇപ്പോൾ മനസ്സിലായല്ലോ. അത് ഇൻഡന്റേഷൻ ഒരു കാരണവശാലും മാറാൻ പാടില്ല. അത് റൈറ്റ് ആയി എന്നാണ് പറയുന്നത്. 10 ലെറ്റേഴ്സ് ആയിരിക്കും ഉദ്ദേശിക്കുന്നത്. ലെറ്റേഴ്സ് അവിടെ റൈറ്റ് ആയിട്ടുണ്ട്. അത് അറിയണമെങ്കിൽ നമ്മൾ ഇതിന്ന് എക്സിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മളവിടെ നിന്ന് എവിടെയാണോ അവിടെ ഒരു ഫയൽ പുതുതായിട്ട് ക്രിയേറ്റ് ആയിട്ടുണ്ടെന്ന് നോക്കുക.
test.txt chat ചെയ്യാം. അതൊരു ഫയൽ ക്രിയേറ്റ്, ഫയലിനകത്ത് ഡേറ്റ ഉണ്ട്. അത് ഫയൽ വേണമെങ്കിൽ നോക്കുകയാണെങ്കിൽ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഹലോ ടീം, ഇത് ഞാൻ റൈറ്റ് ചെയ്ത ഫയലാണ്. അപ്പോൾ അതിനകത്തുണ്ട്. അതുപോലെ തന്നെ ഫയൽ എപ്പോഴാണ് മോഡിഫൈ ചെയ്യുന്ന അറിയാനാണ് നമുക്ക് കമാൻഡ് അടിച്ച് നോക്കിയാൽ, സ്റ്റാർട്ട് കമാൻഡ് അടിച്ച് കഴിഞ്ഞാൽ ഫയൽ മോഡിഫൈ ആയ ടൈം അറിയാൻ പറ്റും. ഫയൽ ക്രിയേറ്റ് ചെയ്തപ്പോഴാണ് ബർത്ത് എന്ന് പറയുന്ന സമയം കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മോഡിഫൈ ചെയ്ത ടൈം, ആക്സസ് ടൈം കൊടുത്തിട്ടുണ്ട്. ചേഞ്ച് എന്താ വന്നതെന്നുള്ളത് അതിന് ടൈം കൊടുത്തിട്ടുണ്ട്. നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഇങ്ങനെയാണൊരു പൈത്തൺ ഫയൽ മാനേജ്മെന്റ് വരിക. പൈത്തൺ ഫയൽ മാനേജ്മെന്റ് ഒക്കെ കുറെ അധികം ഉപയോഗിക്കുന്ന ഒരു സംഭവമാണ്. ഇനി നമ്മുടെ ആദ്യത്തെ സാമ്പിൾ പ്രോജക്റ്റ് പ്രോഗ്രാമായിട്ട് പറഞ്ഞിരുന്നത് അതാണ്. അത് ഓക്കെ. ഇനി നമുക്ക് ബേസിക് എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓപ്സിന്റെ ഒരു ജനറിക് ആയിട്ടുള്ള സാധനം വേണം. അത് മാത്രം ഞാൻ പറഞ്ഞ് ഇന്നത്തെ സെഷൻ നിർത്തുവാണ്. ഇതിനു മുമ്പ് നിങ്ങൾ ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാം ചെയ്തിട്ടുണ്ട്. എന്താണെന്ന് അറിയാമോ? ഓപ്സിൽ നടക്കുന്നത് ക്ലാസസ് ആൻഡ് ഒബ്ജക്ട്സ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ആണ്. ക്ലാസസ് എന്ന് പറയുന്നത് ഏറ്റവും ടോപ്പിൽ വരുന്നു. അതിന് താഴെ മെമ്പർ ഫംഗ്ഷൻസ് വരുന്നു. ആ മെമ്പർ ഫംഗ്ഷൻസിൽ എന്ത് ചെയ്യാം? നമുക്ക് ഇൻഹെറിറ്റ് ചെയ്തിട്ട് ഏതെങ്കിലും ഓരോരോ ആവശ്യങ്ങൾക്ക് നമുക്ക് ഈ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? കോഡ് റീയൂസ് ചെയ്യാനുള്ള ഒരു മെക്കാനിസം ആണ് ഫംഗ്ഷൻ. അപ്പോൾ ഈ പറയുന്ന ക്ലാസ്സിനെ വീണ്ടും വീണ്ടും ഉപയോഗിക്കാം, അല്ലെങ്കിൽ കോഡിനെ വീണ്ടും വീണ്ടും ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാനുള്ള മെക്കാനിസമാണ് ഓപ്സ് അല്ലെങ്കിൽ ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് കൺസെപ്റ്റ്സ്. അപ്പോൾ അതിൽ ഇങ്ങനെ പല കാര്യങ്ങളും പറഞ്ഞു. നമ്മളിപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് വേരിയബിൾ എങ്ങനെ ഉപയോഗിക്കണേ. ഇപ്പോൾ ഈ ഒരു വേരിയബിളിന് തന്നെ സ്കോപ്പ് എവിടെ ഡിഫൈൻ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ആ ക്ലാസ്സിലാണെങ്കിൽ ആ ക്ലാസ്സിനകത്ത് കിടക്കുന്ന വേരിയബിളിനെ നമുക്ക് കോൾ ചെയ്യണമെങ്കിൽ താഴെ ക്ലാസ്സിൻ്റെ ഒരു ഇൻസ്റ്റൻസ് ആദ്യം ക്രിയേറ്റ് ചെയ്യണം. ദെൻ ആ ഇൻസ്റ്റൻസ് ഉപയോഗിച്ചിട്ടാണ് നമ്മളൊന്ന് ആ വേരിയബിൾസിനെ ഉപയോഗിക്കാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റില് ഒരു ക്ലാസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബ്ലൂ പ്രിന്റ് ഫോർ ക്രിയേറ്റിംഗ് ഒബ്ജക്ട്സ്. ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു എന്താ പറയുക, ഒരു ബ്ലൂ പ്രിന്റ് അല്ലെങ്കിൽ ഒരു ഫ്രെയിം വർക്കാണ്. അവിടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഒബ്ജക്ട്സിനെ ഡിഫൈൻ ചെയ്യുന്നത്. അപ്പോൾ വേരിയബിൾസ് അത് വരാം, ഫങ്ഷൻസ് വരാം. ഇത് രണ്ടുമാണ് ശരിക്കും ഒരു ക്ലാസ്സിലെ ഒബ്ജക്ട്സ് ആയിട്ട് വരാൻ സാധ്യതയുള്ള സാധനങ്ങൾ. അപ്പോൾ വേരിയബിൾസിനും ഫങ്ഷൻസിനും എന്തുണ്ട്? സ്കോപ്പ് ഉണ്ട്. ആ സ്കോപ്പ് എങ്ങനെ ഡിഫൈൻ ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ എവിടെയാണോ മെമ്പർ ഫംഗ്ഷൻ എഴുതുന്നത് അതനുസരിച്ച്, അല്ലെങ്കിൽ ആ വേരിയബിൾ ഡിഫൈൻ ചെയ്തതനുസരിച്ച് അതിൻ്റെ സ്കോപ്പ് വരും. മെയിൻ ഫംഗ്ഷനിലാണ് ചെയ്യുന്നതെങ്കിൽ എല്ലാ വേരിയബിൾസ് എല്ലായിടത്തും നമുക്ക് ഉപയോഗിക്കാം. ഗ്ലോബലിയാണ് അതിൻ്റെ വേരിയബിൾ ഫംഗ്ഷൻ, വേരിയബിൾ സ്കോപ്പ്. അതുപോലെ തന്നെ ഒരു എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. നമ്മൾ ഒരു ക്ലാസ് ഡിഫൈൻ ചെയ്യാൻ വളരെ സിമ്പിളാണ്. ക്ലാസ് എന്നുള്ള കീവേഡ് ഉണ്ടാവും, പേര് കൊടുക്കുക, പിന്നെ അതിൻ്റെ താഴെ വരുന്ന എല്ലാ ഫങ്ഷൻസും അല്ലെങ്കിൽ ഡെഫിനിഷനാണ് വരിക. ഇപ്പം പാസ് എന്ന് പറയുന്ന ഒരു സംഭവം നമുക്ക് ഉപയോഗിക്കാം. അതാണെങ്കിൽ പാസ് ഉപയോഗിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു സാമ്പിളിലൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും ഉപയോഗിക്കുന്നതാണ്. അത് ഡമ്മിയാണ് ആ ഫംഗ്ഷൻ. പാസ് ഫംഗ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ അത് ഡമ്മി ആയിട്ട് വർക്ക് ചെയ്യും. ക്ലാസ്സിന് ഡമ്മി ആയിട്ട് ഉപയോഗിക്കാം. സോ കൺസ്ട്രക്ടർ എന്ന് കേട്ടിട്ടുണ്ടാവും. ആ ക്ലാസ്സിനകത്ത് നമുക്ക് കൺസ്ട്രക്ടർ സെറ്റ് ചെയ്യാം. കൺസ്ട്രക്ടർ സെറ്റ് ചെയ്യുമ്പോൾ എന്താ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ഫംഗ്ഷനെ തന്നെ ആ ഫംഗ്ഷൻ കോൾ ചെയ്യുന്ന, അല്ല ഫംഗ്ഷനകത്തെ വേരിയബിൾസിനെ അല്ലെങ്കിൽ അതിനകത്തേക്ക് ഒരു ആർഗ്യുമെന്റ് പാസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനുള്ളിൽ കുറെ ഫംഗ്ഷൻസ് ഉണ്ട്. ആ ഫംഗ്ഷൻസിലേക്ക് ആർഗ്യുമെന്റ്സ് പാസ് ചെയ്യുന്നുണ്ട് വേറൊരു സ്ഥലത്ത് നിന്ന്. അപ്പം അങ്ങനെയുള്ള സമയത്തൊക്കെ അത് ഇനീഷ്യലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് ഇനിറ്റ് കൺസ്ട്രക്ടർ. അപ്പോൾ ഇനിറ്റ് കൺസ്ട്രക്ടർ എന്താണെന്നുള്ളത് നിങ്ങൾ വായിച്ചു നോക്കുക. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള കൺസെപ്റ്റ്. സെൽഫ് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ കറണ്ട് ഒബ്ജക്റ്റ് ഏതാണോ അതിലേക്ക് തന്നെ റെഫർ ചെയ്യുന്ന ഒരു പോയിന്ററാണ് ശരിക്കും പറഞ്ഞാൽ സെൽഫ് എന്ന് പറയുന്നത്. അപ്പോൾ സെൽഫ് ഡോട്ട് ഒരു വേരിയബിളിന്റെ പേര് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ സ്കോപ്പ് ആ ഇതിനകത്തേ ഉള്ളൂ. എവിടെയേ ഉള്ളൂ? ആ മെമ്പർ ഫംഗ്ഷനകത്ത് മാത്രമേ ഉണ്ടാവുള്ളൂ. സെൽഫ് ഡോട്ട് നെയിം എന്ന് പറഞ്ഞ വേരിയബിൾ പ്രിന്റ് ചെയ്യാൻ കൊടുത്തു കഴിഞ്ഞാൽ, പുറത്ത് കൊണ്ടിട്ട് പ്രിന്റ് ചെയ്യാൻ കൊടുത്തു കഴിഞ്ഞാൽ വർക്ക് ചെയ്യത്തില്ല. അതേസമയം നെയിം എന്ന് പറയുന്ന വേരിയബിളിൽ അല്ലെങ്കിൽ ആ ആർഗ്യുമെന്റിൽ നിന്നാണ് എന്തെടുക്കുന്നത്, ഇതിലേക്ക് വാല്യൂ എടുക്കുന്നത്.
ഈ ഫംഗ്ഷൻ കോൾ ചെയ്യുന്ന സമയത്ത് ഫോർ എക്സാമ്പിൾ നമ്മൾ ക്ലാസ് പേഴ്സൺ ഓഫ് നെയിം കോമ ഏജ് എന്ന് പറയുന്ന സാധനം മെയിൻ ഫംഗ്ഷനിൽ നിന്ന് പാസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിവിടെ വരും. അതിവിടെ വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഈ നെയിമിനെ സെൽഫ് നെയിമിലേക്ക് എടുക്കും, ഏജിലേക്ക് എടുക്കും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്തൊരു മെമ്പർ ഫംഗ്ഷനകത്ത് തന്നെ പ്രിന്റും കൂടെ കൊടുക്കുമെന്ന് വയ്ക്കുക. ഏജ് ഈസ് നെയിം ഈസ് എന്ന് പറഞ്ഞിട്ട് പ്രിന്റ് കൂടെ കൊടുത്തു കഴിഞ്ഞാൽ ആ പ്രിന്റിനകത്ത് നെയിം എന്ന് പറഞ്ഞ വാല്യൂ കൊടുത്താൽ വർക്ക് ചെയ്യില്ല. വേറെ സെൽഫ് ഡോട്ട് നെയിം വെച്ചിട്ട് നമുക്ക് ഇവിടെ പ്രിന്റ് ചെയ്യാം. അത് ആ ഒരു കൺസെപ്റ്റ് നിങ്ങൾ മനസ്സിലാക്കുക. എന്താണ് കൺസെപ്റ്റ് ചെയ്യുന്നത്, സെൽഫ് എന്താ ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങൾ വായിച്ച് നോക്കുക. ഇത് അഡീഷണൽ ടോപ്പിക്സ് ആണ്, നിങ്ങൾക്ക് ചെയ്ത് നോക്കാം. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വാട്സാപ്പിൽ ചോദിക്കാം, എവിടെ ഗ്രൂപ്പിൽ ചോദിച്ചാൽ മതി. ദെൻ ഇവിടെ നമുക്ക് കാണാം കൃത്യമായിട്ട് അതിൻ്റെ ഔട്ട്പുട്ട് എങ്ങനെ വരിക എന്നുള്ളത്. ഇപ്പോൾ ക്ലാസ് എന്ന് പറയുന്ന പേഴ്സൺ എന്ന് പറയുന്ന ക്ലാസ്സിൻ്റെ ഒരു ഇൻസ്റ്റൻസ് ഉണ്ടാക്കി P1 എന്ന് പറയുന്നത്. അപ്പോൾ P1.name എന്ന് പറയുന്ന സാധനം പ്രിന്റ് ചെയ്തുകൊണ്ട് താഴെ അവിടെ അസൈൻ ചെയ്തിട്ടുണ്ട് ഓൾറെഡി നെയിമിലേക്ക്. ഇതിൽ ശരിക്കും അതിൻ്റെ ഒരു ആപ്ലിക്കേഷൻ ലെവലിൽ കാണിക്കുമ്പോഴാണ്, ഉപയോഗിക്കുമ്പോഴാണ് നമുക്ക് അതിൻ്റെ ആ ഒരു ചേഞ്ച് മനസ്സിലാക്കുള്ളൂ. ഇപ്പം നിലവിൽ നോക്കുമ്പോൾ ഇത് ചുമ്മാ നമ്മളിപ്പോൾ ഒരു വേരിയബിൾ ഡിഫൈൻ ചെയ്തു, ആ വേരിയബിളിൽ ചുമ്മാ പ്രിന്റ് ചെയ്തു, ഇത്രയേ ഉള്ളൂ. സമയം അതങ്ങനെയല്ല. ഈ നെയിം എന്ന് പറയുന്ന ഫംഗ്ഷൻ, ഈ നെയിം എന്ന് പറയുന്ന സാധനം എവിടെ നിന്ന് എടുത്തുകൊണ്ട് വരുന്നത്? ഇവിടെ അസൈൻ ചെയ്തിട്ട് ഇതിൽ നിന്ന് ഇങ്ങോട്ട് റിട്ടേൺ ചെയ്തിട്ട് അങ്ങനെ പ്രിന്റ് ആവുന്നത് ആ ക്ലാസ്സിനുള്ളിൽ തന്നെ ആയതുകൊണ്ടാണ് കേട്ടോ. അതേസമയം അത് പുറത്താണെങ്കിൽ വേറൊരു രീതിയിലായിരിക്കും ഡെഫിനിഷൻ വരിക. ദെൻ മെമ്പർ ഫംഗ്ഷൻ്റെ മെത്തേഡ്സ് ഓൾറെഡി പറഞ്ഞു. സെൽഫ് ഡോട്ട് നെയിം, സെൽഫ് എങ്ങനെ ഉപയോഗിക്കേണ്ടതെന്ന് ഓൾറെഡി പറഞ്ഞു. അപ്പോൾ നെയിം എന്ന് പറയുന്നത് എവിടുന്ന താഴെ അതിൻ്റെ എക്സാമ്പിളിനകത്ത് പറഞ്ഞിട്ടുണ്ട് എവിടുന്ന പാസ് ചെയ്തേ, ആ നെയിം മാത്രമേ അവിടെ പ്രിന്റ് ആവത്തുള്ളൂ. ക്ലാസ് വേരിയബിൾസും ഇൻസ്റ്റൻസ് വേരിയബിൾസും ആയിട്ടുള്ള വ്യത്യാസമുണ്ട്. അത് യൂണീക്ക് പെർ ഒബ്ജക്റ്റ് ആയിരിക്കും. അതായത് ഇൻസ്റ്റൻസ് വേരിയബിൾ നമ്മൾ താഴെയാണ് ഇൻസ്റ്റൻസ് വരിക. ആ ഇൻസ്റ്റൻസ് ഡിഫൈൻ ചെയ്തേക്കുന്നത് കണ്ടല്ലോ, P1 ഈക്വൽ ടു ആ ക്ലാസിൻ്റെ പേര് ബ്രാക്കറ്റിൽ എന്തെങ്കിലും ഒരു പാരാമീറ്ററും പാസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഒരു ഒബ്ജക്റ്റായി. അല്ലെങ്കിൽ MD ആണെങ്കിൽ MD, അത് അങ്ങനെയാണോ ഒബ്ജക്റ്റ് ഉണ്ടാക്കുന്നത് അങ്ങനെ. ക്ലാസ് വേരിയബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആ ഒബ്ജക്റ്റിന് എല്ലാ ഒബ്ജക്റ്റിലും കിട്ടും, അത് അതിനകത്തുണ്ടാവും. അതോടെ നമ്മുടെ ക്ലാസിൻ്റെ അകത്തുള്ള സ്കോപ്പിൽ ഫുള്ളായിട്ട് വരും. ക്ലാസ് വേരിയബിളിൻ്റെ എക്സാമ്പിളാണ് കാണിച്ചിരിക്കുന്നത്. ക്ലാസ് സ്റ്റുഡൻറ്റ് സ്കൂൾ ഈക്വൽ ടു ABC സ്കൂൾ. സ്കൂളിൻ്റെ പേര് എന്നാണ്. ഇത് നമ്മൾ MD ആയിട്ടാണ്, ഇതിനകത്ത് ഒരു പാരാമീറ്ററും പാസ് ചെയ്യുന്നില്ല, ഇവിടെ ആർഗ്യുമെന്റ്സ് ഒന്നും എടുക്കുന്നില്ല. സോ S1 ഈക്വൽ ടു എന്ന് പറയുന്നത് എന്താണ്? ഇൻസ്റ്റൻസ് ആണ്, ക്ലാസ് ഇൻസ്റ്റൻസ് ആണ്. ക്ലാസ് ഇൻസ്റ്റൻസിൻ്റെ അകത്തുനിന്ന് ഇത് വെച്ചിട്ട് നമ്മൾ പ്രിന്റ് ചെയ്യാണ്. സ്കൂൾ എന്ന് പറയുന്ന ആ വേരിയബിളിനെ ഇവിടെ പ്രിന്റ് ചെയ്യാണ്. ഇപ്പോൾ അതിൻ്റെ ഔട്ട്പുട്ട് എന്ത് വരും? ABC സ്കൂൾ എന്ന് വരും. ദെൻ എൻക്യാപ്സുലേഷൻ എന്ന് പറയുന്നത് അത് ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിങ്ങിൻ്റെ ഒരു കൺസെപ്റ്റാണ്. അതെന്താണെന്നുള്ളത് നിങ്ങൾ വായിച്ചോളുക. അപ്പോൾ എന്തിനാണ് ഓപ്സ് എന്ന് പറഞ്ഞു? ഫ്രെയിംവർക്ക്. അപ്പം ജാങ്കോ പോലുള്ള ഫ്രെയിംവർക്ക് അല്ലെങ്കിൽ ഫ്ലാസ്ക് പോലുള്ള ഫ്രെയിംവർക്ക് എല്ലാം ഉപയോഗിക്കുമ്പോൾ അവിടെ എല്ലാം ഓപ്സ് ആണ് ഉപയോഗിക്കുക. പിന്നെ സ്കെയിലബിലിറ്റി, പിന്നെ ഒരു പക്ക ക്ലീൻ ആർക്കിടെക്ചർ ഉണ്ടാവും. ഇന്ന സാധനങ്ങൾ എന്ന് പറഞ്ഞ ക്ലാസ്സുകൾക്ക് ഒരു ഡെഫിനിഷനും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഒരു എന്താ പറയുന്ന ഒരു ഡിസ്റ്റിങ്ഷൻ ഉണ്ടാവും ഓരോ സംഭവങ്ങളും തമ്മിൽ. അതപ്പോൾ അതിങ്ങനെ ഒരു പ്രത്യേക രീതിയിലാണ് അത് അറേഞ്ച് ചെയ്തിരിക്കുന്നതെന്ന് അറിയിക്കാൻ വേണ്ടിയാണ് ക്ലാസ് കൂടുതലായിട്ട് ഉപയോഗിക്കുക, അല്ലെങ്കിൽ ഓപ്സ് ഉപയോഗിക്കുക. അപ്പോൾ ആ അറേഞ്ച്മെൻറ്റും കാര്യങ്ങളൊക്കെ പക്കയായിരിക്കും. പിന്നെ വലിയ വലിയ ആപ്ലിക്കേഷൻസിലെല്ലാം ഈ ഒരു ഫ്രെയിംവർക്കിനകത്ത് വരുമ്പോഴത്തേക്ക് ആ ഫ്രെയിംവർക്കിൻ്റെ അതുമായിട്ട് മാച്ചാകാൻ വേണ്ടിയിട്ട് ഓപ്സിലേക്ക് കൊണ്ടുപോകും. അടുത്തത് നിങ്ങൾ പഠിക്കേണ്ടതാണ് പോളിമോർഫിസം എന്താണെന്ന്. അപ്പം ഞാൻ അത് അഡീഷണലി ഒരു ടോപ്പിക് ഇട്ടിട്ടുണ്ട്. എൻക്യാപ്സുലേഷൻ എന്താണെന്നും പോളിമോർഫിസം എന്താണെന്നുള്ളത് നിങ്ങൾ പഠിക്കുക, ചെയ്തു നോക്കുക. ഇത് നിങ്ങൾക്ക് ഒരു ബേസിക്സ് മാത്രമേ ഉള്ളൂ. സോ ഇതാണ് ഇന്നത്തെ സെഷൻ്റെ ചുരുക്കം. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഞാൻ ഒരു സാമ്പിൾ കാണിച്ചു തരാം. എൻ്റെ കയ്യിലുള്ള ഒരു സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അവിടെ നിന്ന് എനിക്ക് മനസ്സിലാവും എന്താണ് ഈ ക്ലാസ്, എങ്ങനെയാണ് ഈ ക്ലാസ്സിലേക്ക് വർക്ക് ചെയ്യുന്നത് എന്നുള്ളൊക്കെ ഒരു സാമ്പിൾ ഞാൻ കാണിച്ചു തരാം.
ഇത് ഒരു സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് കൊണ്ടല്ല നമ്മളൊരു കാര്യങ്ങളും ചെയ്തു തീർക്കുന്നത്. കുറേയധികം സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജുകൾ കൊണ്ടാണ് നമ്മൾ ഇതിൽ അവസാനത്തിൽ എത്തിക്കുന്നത്. ചില സമയത്ത് പൈത്തൺ മാത്രം പോരാ, ചിലപ്പോൾ അതിൻ്റെ ഭാഷയും കൂടി ഉപയോഗിക്കേണ്ട സിറ്റുവേഷൻ വരും. അപ്പം അതെല്ലാം ഒന്ന് നമ്മൾ ഏതെങ്കിലും ഒന്നിലും മാസ്റ്റർ ചെയ്യുക, മറ്റേതൊക്കെ അറിഞ്ഞിരിക്കുക. നമുക്ക് IDEs യൂസ് ചെയ്യാം, വിഷ്വൽ സ്റ്റുഡിയോ കോഡ് ഉപയോഗിക്കാം. അപ്പോൾ അവിടെയും കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കുറേ ഫീച്ചേഴ്സ് ഉണ്ട്, ഷെല്ലും കാര്യങ്ങളൊക്കെ കിട്ടും, ഒക്കെ ഉപയോഗിക്കാം. ഇപ്പോൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് ഒറ്റ നോട്ടത്തിൽ ഒന്നും മനസ്സിലാവില്ല, കാരണം ഒരുപാട് ഡെഫിനേഷനും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. ഇതാണ് എൻ്റെ മെയിൻ ക്ലാസ്. API കോൾസ് എന്ന് പറയുന്നതാണ് എൻ്റെ ഫസ്റ്റ് ക്ലാസ്. ആ ക്ലാസ്സിനകത്തു നിന്നാണ് ഞാൻ ഈ കാര്യങ്ങളെല്ലാം എന്ത് ചെയ്തിട്ടുണ്ട്, ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഈ ക്ലാസ്സുകൾക്ക് ഓരോന്നിനകത്തും ഒരു ഇനിറ്റ് ഫംഗ്ഷൻ ഉണ്ടാവും. ഇനിറ്റ് ഫംഗ്ഷനിൽ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനീഷ്യലൈസ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ നമ്മൾ എടുത്തിരിക്കുന്ന ആർഗ്യുമെന്റ്സിൽ നിന്ന് അതെല്ലാം കൺവേർട്ട് ചെയ്തിട്ട്, ഇപ്പൊ ഇവിടെ ആണെങ്കിൽ ഒരു വലിയ ആർഗ്യുമെന്റ് സ്ട്രിംഗ് ആയിരുന്നു എടുത്തിരുന്നത്. ആർഗ്യുമെന്റ് സ്ട്രിങ്ങിനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് ആ സ്പ്ലിറ്റ് ചെയ്ത ആർഗ്യുമെന്റ് സ്ട്രിങ്ങിൽ നിന്ന് ഓരോ വാല്യൂസ് ആയിട്ട് കൺവേർട്ട് ചെയ്തെടുത്താൽ മതി. എന്നിട്ട് ആ വാല്യൂസിനെ നമുക്ക് എവിടെ വേണമെങ്കിലും ഏത് മെമ്പർ ഫംഗ്ഷനിൽ വേണമെങ്കിലും കോൾ ചെയ്യാം. അതാണ് ഇതിൻ്റെ ഒരു ഗുണം. അപ്പം ഈ പറയുന്ന മേളിൽ ഡിഫൈൻ ചെയ്തിട്ടുള്ള സെൽഫ് ഡോട്ട് ഡിഫൈൻ ചെയ്തിട്ടുള്ള വേരിയബിൾസ് നമുക്ക് താഴെ പല സ്ഥലങ്ങളിലും ഉപയോഗിച്ചിട്ടുണ്ട് വീണ്ടും വീണ്ടും. ഇപ്പോൾ ഡിക്ഷണറിയുടെ കാര്യം പറഞ്ഞു. അപ്പോൾ ഡിക്ഷണറി നമ്മൾ ഉപയോഗിക്കുന്ന ആ ഒരു ഫോർമാറ്റ് ഇത് നോക്കിയാൽ കാണാൻ പറ്റും. അപ്പോൾ ആ ഡിക്ഷണറി ഫോർമാറ്റിലുള്ള ഡാറ്റ നമുക്ക് JSON-ലേക്ക് പേലോഡായിട്ട് കൊടുക്കാനാണ്. JSON പേലോഡായിട്ട് കൊടുക്കാൻ ഭയങ്കര എളുപ്പമാണ്. അതുകൊണ്ടാണ് നമ്മൾ ഡിക്ഷണറി എപ്പോഴും പൈത്തണിൽ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇതാണ് നമ്മുടെ മെയിൻ ഫംഗ്ഷൻ. ഈ മെയിൻ ഫംഗ്ഷൻ ആണെന്ന് എന്ത് ചെയ്യും, നമ്മുടെ മെമ്പർ ഫംഗ്ഷന്, അതായത് ഇതിനകത്തുള്ള ഇൻസ്റ്റൻസുകൾ ആദ്യം ഡിഫൈൻ ചെയ്തിട്ടുണ്ട് എവിടെയും വെച്ച്. ഇത് ഗ്ലോബലാണ്. ഈ API കോൾസ് എന്ന് പറയുന്ന സാധനം ഒരു ഗ്ലോബൽ ആയിട്ടുള്ള ക്ലാസ് ഇൻസ്റ്റൻസ് ആണ്. ആ ക്ലാസ് ഇൻസ്റ്റൻസിനേക്കാണ് നമ്മൾ എന്ത് കൊടുക്കുക, കുറച്ച് വാല്യൂസും വേരിയബിൾസും ഒക്കെ കൊടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ആ ക്ലാസ് ഇൻസ്റ്റൻസ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, മെമ്പർ ഫംഗ്ഷൻസിനെ കോൾ ചെയ്യുക. ഫോർ എക്സാമ്പിൾ ഇവിടെ ഒരു ഗെറ്റ് വേർഷൻ എന്ന് പറയുന്ന ഫംഗ്ഷൻ ഉണ്ട്. ഈ ഗെറ്റ് വേർഷൻ ഫംഗ്ഷൻ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കറണ്ട് വേർഷൻ എന്താണ്, APIയുടെ കറണ്ട് വേർഷൻ എന്താണ്, അല്ലെങ്കിൽ ലാസ്റ്റ് ചേഞ്ച് വരുത്തിയപ്പോൾ വന്നിരിക്കുന്ന ഒരു റെസ്പോൺസ് വേർഷൻ ഉണ്ട്. ആ വേർഷൻ ഏതാണ്, വേർഷൻ നമ്പർ ഏതാണെന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിച്ചിരിക്കുന്നത്, ഈ ഗെറ്റ് വേർഷൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇവിടെ പ്രത്യേകിച്ചൊന്നും പാസ് ചെയ്യുന്നില്ല. അവിടുന്ന് താഴേന്ന് പാസ് ചെയ്യുന്ന എന്താണ്, ഇത് empty ആണ്, വേറെ ഒന്നും പ്രത്യേകിച്ച് കൊടുക്കാനില്ല. അപ്പോൾ ഈ മൈ വേർഷൻ്റെ ഇതിനകത്തുനിന്ന് ഇതെന്തിനാ ഉപയോഗിക്കുന്നത് വെച്ചാൽ, ബാക്കിയുള്ള ഫംഗ്ഷൻസ് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റിലെ ഈ പറയുന്ന വേരിയബിൾ അപ്ഡേറ്റ് ആവണം. വേർഷൻ നമ്പർ എന്ന് പറയുന്ന വേരിയബിൾ അപ്ഡേറ്റ് ആവണം. അപ്പോൾ ആ വേരിയബിൾ അപ്ഡേറ്റ് ആകാൻ വേണ്ടിയിട്ടാണ് ഗെറ്റ് വേർഷൻ കൊടുക്കുന്നത്. ഗെറ്റ് വേർഷൻ കഴിഞ്ഞിട്ട് അടുത്ത ഫംഗ്ഷൻ ട്രാൻസാക്ഷൻ ID എന്ന് പറയുന്ന ഒരു വേരിയബിൾ കിട്ടും. അതിനെ അടുത്ത മെമ്പർ ഫംഗ്ഷനിലേക്ക് പാസ് ചെയ്യണമെങ്കിൽ ഇത് ആദ്യം ഇനിഷ്യലൈസ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇത് കോൾ ചെയ്യുക. അങ്ങനെ ഓരോന്ന് കോൾ ചെയ്ത് വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റും സെർവർ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഉണ്ട്. ആ സെർവർ എന്ന് പറയുന്ന ഫംഗ്ഷനിലേക്ക് എന്ത് ചെയ്യണം, കുറച്ച് പാരാമീറ്റേഴ്സ് പാസ് ചെയ്യാനുണ്ട്. ആ പാരാമീറ്റേഴ്സ് ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റും. സെർവർ എന്ന് പറയുന്ന ഫംഗ്ഷൻ എടുത്ത് നോക്കിയാൽ കാണാൻ പറ്റും. VM സ്ട്രിങ്, നമ്പർ, വെയിറ്റ്, പോർട്ട്, CID, അങ്ങനെ കുറച്ച് വേരിയബിൾസ് അവിടുന്ന് അതായത് നമ്മൾ മെയിൻ ഫംഗ്ഷനിൽ തന്നെയാണ് ഇത് ഇവിടുന്ന് പാസ് ചെയ്തിരിക്കുന്നത്. നമ്മൾ പ്രോഗ്രാമേഴ്സ് ആയിട്ടുള്ളവർക്ക് ഭയങ്കരമായിട്ടും പെട്ടെന്ന് മനസ്സിലാവുന്ന കാര്യമാണ്. ആരെങ്കിലും പ്രോഗ്രാമേഴ്സ് ഉണ്ടോ ഇതിൽ? പിന്നെ ഉള്ള പൈത്തണിൽ ശ്രദ്ധിക്കേണ്ട കാര്യം ഇൻഡന്റേഷൻ ആണ്. എറർ മുഴുവൻ വരിക 90% ഇൻഡന്റേഷനിലായിരിക്കും. കേൾക്കുന്നുണ്ടോ? ഓക്കെ. അപ്പൊ ഇതായിരുന്നു ഇന്നത്തെ സെഷൻ. അപ്പം നിങ്ങൾ നിങ്ങളുടെ സൈഡിൽ നിന്നുള്ള എഫർട്ട് ഇടുക, ബാക്കിയുള്ള കാര്യങ്ങൾ. ഞാൻ ഈ പറയുന്ന സ്ലൈഡ് ഒരു തിങ്കളാഴ്ച ചൊവ്വാഴ്ച കൊണ്ട് ഞാൻ റെഡിയാക്കി തരാം. അപ്പം അത് അവൈലബിൾ ആവും. അത് കഴിയുമ്പോൾ അതൊന്ന് റെഫർ ചെയ്യാം. പ്ലസ് നിങ്ങളുടെ സൈഡിൽ നിന്നുള്ള എഫർട്ട് ഇടുക, നിങ്ങളുടെ രീതിയിലുള്ള പ്രൊജക്റ്റുകൾ ചെയ്ത് നോക്കുക. അപ്പോൾ താങ്ക് യു ഫോർ ഷെയറിങ് യുവർ ടൈം. Okay.
നിങ്ങളുടെ ഫീഡ്ബാക്ക് അയക്കുക. താങ്ക് യു. ആർക്കെങ്കിലും doubts ഉണ്ടെങ്കിൽ പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും ഫീഡ്ബാക്ക് അയക്കുക. ഓ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അതെ ഞാൻ ഫീഡ് പ്ലാറ്റ്ഫോം എല്ലാം എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ഹലോ. ഹലോ. ഒരു ഡൗട്ട് ചോദിച്ചത്. ചോദിച്ചു. പറഞ്ഞോളൂ. നമ്മൾ മോസ്റ്റ് ഓഫ് എന്തൊക്കെ ടാസ്കുകളായിരിക്കും പൈതൺ വെച്ച് നമ്മൾ ഓട്ടോമേറ്റ് ചെയ്യുന്നത്? പല രീതിയിലും വരാം. അതായത് ഒന്ന് ചിലപ്പം നമുക്കൊരു കുറെ സെർവറുകളുടെ ബാക്കപ്പ് എടുക്കാനാവും, ചില ഡാറ്റാബേസ് ബാക്കപ്പ് എടുക്കാനാവും. അതുപോലെ തന്നെ ചില അതായത് ഇപ്പോൾ കുറെ EC2 ഇൻസ്റ്റൻസുകൾ സ്പോണപ്പ് ചെയ്യാനാവും. നമുക്ക് EC2ന്റെ അതായത് AWSന്റെ മോഡ്യൂളൊക്കെ പൈത്തണിൽ തന്നെ അവൈലബിൾ ആണ്. ബോട്ടോ 3 യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 80% AWS ടാസ്കുകളും ചെയ്യാൻ പറ്റും. S3യുടെ ഉപയോഗങ്ങളുണ്ടാവും. പിന്നെ പല രീതിയിലുള്ള ആപ്ലിക്കേഷൻസ് പല രീതിയിൽ വരാം. പക്ഷെ ബേസിക്സ് അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ സ്റ്റേജ്. ഫോർ എക്സാമ്പിൾ കാണിച്ചു തന്നില്ല, അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോഡ് ബാലൻസർ ആണ്. ഇപ്പം ഞാൻ കാണിച്ചു തന്ന എക്സാമ്പിൾ എന്ന് പറയുന്നത് ഒരു ലോഡ് ബാലൻസർ ആണ്. ഫസ്റ്റ് ലോഡ് ബാലൻസർ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ട സ്റ്റേജസ് ആണത്. യൂസിങ് ഡോക്കർ, HA പ്രോക്സിയുടെ API ഉപയോഗിച്ചുകൊണ്ട് ഡോക്കർ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്റ്റേജസ് ആണ് ആ കാണിച്ചു തന്നെ. പ്രോഗ്രാമിന്റെ അവസാനം മറ്റേ ഇനിഷ്യലൈസർ ഈക്വൽ ടു മെയിൻ ആ സംഭവം എന്തിനാണ് യൂസ് ചെയ്യുന്നത്? അത് മെയിൻ ഫംഗ്ഷൻ ആണ്. മെയിൻ ഫംഗ്ഷൻ പ്രോഗ്രാമിൽ ഒരു മെയിൻ ഫംഗ്ഷൻ ഉണ്ടാവും. ആ മെയിൻ ഫംഗ്ഷനിലായിരിക്കും ഫസ്റ്റ് കോൾ വരുന്നത് ക്ലാസ്സസ് ഉപയോഗിക്കുമ്പോൾ. മനസ്സിലായോ? അപ്പൊ നമുക്ക് ആ ഫയലിൽ നിന്നുള്ള വാല്യൂസ് എല്ലാം വേറൊരു പ്രോഗ്രാമിലോട്ട് ഇത് ചെയ്യാൻ പറ്റുമോ? അതിന് നമ്മൾ ജസ്റ്റ് ഇമ്പോർട്ട് ചെയ്താൽ മതി. ഫയലിന്റെ പേര് ഇമ്പോർട്ട് ചെയ്താൽ മതി. അപ്പൊ ആ ക്ലാസിന്റെ പേരാണ് പറഞ്ഞത് API കോൾസ് എന്നാണ് ആ ക്ലാസിന്റെ പേരെങ്കിൽ നമ്മൾ അടുത്ത ഫയലിൽ പോയിട്ട് ജസ്റ്റ് ഇമ്പോർട്ട് API കോൾസ് എന്ന് പറഞ്ഞു കൊടുത്താൽ മതി. ഫ്രം ഒരു ഫയലിന്റെ പേര് പറഞ്ഞു കൊടുക്കണം. ഇമ്പോർട്ട് API കോൾസ് ഫ്രം ഫയൽ നെയിം ഇത്രയും പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ സാധനം അതിനകത്ത് ഇപ്പുറത്തേക്ക് വരും, അടുത്ത ഫയലിലേക്ക് വരും. അല്ലെങ്കിൽ അടുത്ത പ്രോഗ്രാമിൽ നമുക്ക് അടുത്ത കോളിൽ അടുത്ത ക്ലാസ്സിനകത്ത് അല്ലെങ്കിൽ അടുത്ത എവിടെ വേണമെങ്കിലും ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. നിങ്ങൾ ചെയ്ത് നോക്കുക. ഇത് ഒരു യൂസ് കേസ് ഉണ്ടാക്കുക, അതിൽ വെച്ച് ചെയ്ത് നോക്കുക. ഇതിനകത്ത് API കോൾസ് ആണ് ക്ലാസിന്റെ പേരെങ്കിൽ അടുത്ത ഞാൻ വേറെ സെയിം ഒരു ഫയലിനകത്ത് തന്നെ വേറൊരു ലൊക്കേഷനിൽ വേറൊരു ഫയൽ കിടപ്പുണ്ടാവും. ആ ഫയലിനകത്ത് എന്താ കിടക്കുന്നതെന്ന് നോക്കുക. ഇപ്പോൾ LP കോൺഫിഗിന്റെ ഒരു ഫയൽ ഉണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു VM ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ VM ക്രിയേറ്റ് ചെയ്യുന്നതിൻ്റെ ഒരു ഫയൽ ഉണ്ടാവും, VMന്റെ ഡാറ്റ എടുക്കുന്ന ഒരു ഫയൽ ഉണ്ടാവും. അപ്പം അങ്ങനെ പല ഫയലുകളിൽ ഒരേ ക്ലാസ് തന്നെ ഉപയോഗിക്കണമെങ്കിൽ ജസ്റ്റ് ഇമ്പോർട്ട് ഫ്രം. ഇതെല്ലാം ഫയലുകളാണ്. ലൈബ്രറീസ് പറഞ്ഞ ഫയൽസ് ആണ്. നിങ്ങൾ പൈത്തൺ എടുത്ത് നോക്കി കഴിഞ്ഞാൽ പൈത്തന്റെ ലൈബ്രറീസ് ആണ് ഈ പറയുന്ന സാധനങ്ങൾ. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞിരുന്നു, സിസ് ഉണ്ട്, അതുപോലെ തന്നെ ടൈം ഉണ്ട്, സിസിനകത്ത് സിസ്റ്റം ഉണ്ട്, പിന്നെ കുറേ അധികം ഉണ്ട്. അപ്പൊ അതിൽ ഏതാണ് ഉപയോഗിക്കേണ്ടത്? OS എന്ന് പറയുന്നൊരു മൊഡ്യൂളുണ്ട്. OS എന്ന് പറയുന്ന മൊഡ്യൂളിനകത്താണ് സിസ്റ്റം എന്ന് പറയുന്ന സാധനമുള്ളത്. അത് വെച്ച് നമുക്ക് ഷെൽ സ്ക്രിപ്റ്റുകൾ
ക്യാരക്ടർ റൺ ചെയ്യിക്കാം. ഇതൊന്നും കൂടാതെ സബ് പ്രോസസ് ഉണ്ട്. സബ് പ്രോസസ് എന്ന് പറയുന്നതും ഷെൽ സ്ക്രിപ്റ്റ് റൺ ചെയ്യിക്കാൻ ഉപയോഗിക്കുന്നതാണ്. കമാൻഡ്സ് റൺ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നതാണ് സബ് പ്രോസസ്. അങ്ങനെ പല രീതിയിലുള്ള ആപ്ലിക്കേഷൻ അനുസരിച്ച് നമുക്ക് എന്താണ് ലൈബ്രറി വേണ്ടത്, എന്താണോ ഏത് രീതിയിലാണ് ഇത് കോൾ ചെയ്യേണ്ടതെന്നൊക്കെ ഉപയോഗിക്കാം. എല്ലാം ബേസിക്കലി ഒരു പൈതണിലെ ലൈബ്രറി എന്ന് പറഞ്ഞ ഒരു ഫയൽ തന്നെയായിരിക്കും, ഒരു .py ഫയല്. അതിൽ നിന്നാണ് ഇതെല്ലാം ഇമ്പോർട്ട് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ ഇമ്പോർട്ട് സിസ് ഡോട്ട് അല്ലെങ്കിൽ ഫ്രം എന്ന് പറഞ്ഞ് കാണുവാണെങ്കിൽ അതൊരു പർട്ടിക്കുലർ ഡയറക്ടറി നിന്നാണ് എടുക്കുന്നത് എന്നുള്ളതാണ് അതിന് മീനിങ്. ഇപ്പൊ ഡിപ്പെൻഡൻസീസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാച്ച് ചെയ്യുന്ന അങ്ങനെയാണ്. അത് ഇമ്പോർട്ട് ചെയ്തെടുക്കുമ്പോഴാണ് അതിനൊന്ന് ഡിപ്പെൻഡൻസീസ് മാച്ച് ചെയ്യുന്നത്. ഡിപ്പെൻഡൻസീസ് മാച്ച് ചെയ്തിട്ടാണ് അത് വർക്ക് ചെയ്യുന്നത്. ഇത് ക്ലിയർ ആയില്ലേ? നിങ്ങൾ ചെയ്ത് നോക്കൂ. ഒരു ക്ലാസ് ചെയ്യുന്ന സമയത്ത് 2 ക്ലാസ് എഴുതുക, എന്നിട്ട് ഒരു ക്ലാസ്സിനകത്തെ ഡാറ്റ മറ്റൊരു ക്ലാസ്സിൽ കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക. 2 ഫയലിൽ ഒരു വേരിയബിൾ മാത്രം വേണമെങ്കിൽ അങ്ങനെ എടുക്കാം. ഒരു ക്ലാസ്സിൽ നിന്ന് അടുത്ത ക്ലാസ്സിലേക്ക്, അടുത്ത ക്ലാസ്സിൽ നിന്ന് അടുത്ത ക്ലാസ്സിലേക്ക്, അങ്ങനെ. അതിനാണ് എന്താ പറഞ്ഞത്, ഇൻഹെറിറ്റൻസ്, ഇൻക്യാപ്സുലേഷൻ ഒക്കെ പറഞ്ഞ സാധനം കേട്ടായിരുന്നോ? നോക്കാൻ പറഞ്ഞത് അതാണ് സംഭവം. ഇൻഹെറിറ്റൻസ് അതാണ്, ഒരു ക്ലാസ്സിലുള്ള ഡാറ്റ മറ്റൊരു ഡേറ്റ കിട്ടും. എൻക്യാപ്സുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്ലാസ്സിലുള്ള ഡാറ്റ മറ്റൊരു ക്ലാസ്സിൽ കിട്ടാതിരിക്കാനുള്ളത് മാസ്ക് ചെയ്യും. അതിൽ മാത്രമേ കിട്ടുള്ളൂ. അതാണ് നമ്മൾ എന്ത് കണ്ടത്, സെൽഫ് ഡോട്ട് ഇട്ട് കണ്ടായിരുന്നു യൂസ് ചെയ്ത്. അവിടെയാണ് എൻക്യാപ്സുലേഷന്റെ ഇത് വരുന്നത്. മറ്റേന്ന് പറഞ്ഞാൽ ഇൻഹെറിറ്റൻസ് വരുമ്പോൾ ഒരു ക്ലാസ്സിലുള്ള ഡാറ്റ മറ്റൊരു ക്ലാസ്സിൽ ഉപയോഗിക്കാൻ പറ്റും. അടുത്ത ക്ലാസ്സിലെ മെമ്പർ ഫംഗ്ഷൻസിനും ഉപയോഗിക്കാം, മെയിനും ഉപയോഗിക്കാം. ഗ്ലോബൽ അല്ല, ഈ പറയുന്ന മെയിനും അതുപോലെ തന്നെ അടുത്ത മെമ്പർ ഫംഗ്ഷനായിട്ട് അല്ല അടുത്ത ക്ലാസ്സിലെ മെമ്പർ ഫംഗ്ഷനും അത് ഡിഫൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഉപയോഗിക്കാം. അവിടെയാണ് ഇമ്പോർട്ട് എന്ന് പറയുന്ന സാധനം ഉപയോഗിക്കാം. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അടുത്ത വേറെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഫർദർ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ വാട്സപ്പ് ഗ്രൂപ്പിൽ ചോദിക്കാം. അപ്പോൾ റെക്കോർഡിംഗ് ഉടനെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും, ഷെയർ ചെയ്യാം. അപ്പോൾ താങ്ക് യു സോ മച്ച് സിനോബട്ട, ആൻഡ് ഓൾസോ എല്ലാവരും എല്ലാവർക്കും. ഇപ്പൊ ഫോർമാറ്റഡ് അല്ലാത്തതുകൊണ്ടാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്യാത്തത്. PPT ഫോർമാറ്റ് ചെയ്തിട്ട് അയക്കും. ഓക്കെ, ഓ താങ്ക് യു സോ മച്ച്. താങ്ക് യു.